പ്രയർ ശ്രീജ, സൈൻ ഇൻ, സൈൻ ഔട്ട്, സൈനു റെഡി ആണല്ലോ അല്ലേ? റെഡിയാണ്. റെഡിയാണ്. ഓക്കേടാ. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Prayer Ara? Prayer Srija. Here I am to worship, here I am to bow down, here I am to say that you are my God. You are altogether lovely, altogether worthy, altogether wonderful to me. Thank you, ma'am. Thank you. Thank Good afternoon. If you can change your mind, you can change your life. നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സ് മാറ്റാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതവും മാറ്റാം. സൈൻ ഇൻ ബൈ സനഫത്ത്. നമ്മളിപ്പോ പുതിയ ചാപ്റ്റർ എടുക്കാന്ന് പറഞ്ഞ ലാസ്റ്റ് ക്ലാസ്സിൽ അല്ലേ? മിസ്സെ പുതിയ ക്ലാസ് എടുത്തായിരുന്നു. നീഡ്സ് തുടങ്ങി. അപ്പോ മിസ് അതിനു മുമ്പ് 4 ഇമോഷൻസ് തന്നിരുന്നു ഞങ്ങൾക്ക് 4 പേർക്ക് പ്രസന്റ് ചെയ്യാനായിട്ട്. ഫിയർ 4 ഇമോഷൻസ് തന്നിരുന്നു 4 ആൾക്ക്. അപ്പൊ അത് ഇപ്പൊ ചെയ്യണോ ക്ലാസ് തീരുന്നതിന് മുമ്പാണോ മിസ്സെ ചെയ്യേണ്ടത്? ഞാൻ ഇതിന്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യാം ഇമോഷൻസ്. ഇതിൽ തന്നെ വരുന്ന ടോപ്പിക്കാണ് ഞാൻ തന്ന 4 ഇമോഷൻസ് കേട്ടോ. ഓക്കെ മാം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ പോലെ എന്താണ് സൈക്കോളജിക്കൽ നീഡ്സിനെ കുറിച്ച് പറഞ്ഞോളേ. നമുക്ക് മെയിൻ ആയിട്ട് എന്തൊക്കെ വേണം ആവശ്യം ഒരു കുട്ടിനെ സംബന്ധിച്ച് ബേസിക് ആയിട്ടുള്ള നീഡ്സ് ആണ് ഫിസിയോളജിക്കൽ നീഡ്സിൽ വരുന്നത്. ബേസിക് നീഡ്സ് എന്തൊക്കെയാണ്? ഒരു വ്യക്തിനെ സംബന്ധിച്ച് ഫുഡ്, വാട്ടർ, ഷെൽട്ടർ, ക്ലോത്ത്, ഇതെല്ലാം നമുക്ക് എന്താണ് ബേസിക് നീഡ്സ് ആണ്. അപ്പോ ഫിസിയോളജിക്കൽ നീഡ്സ് ആർ എസെൻഷ്യൽ ഫോർ മെന്റൽ ഹെൽത്ത് ആൻഡ് വെൽബീയിങ്. നമ്മുടെ മെന്റൽ ഹെൽത്തും വെൽബീയിങ്ങും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട ഒരു നീഡാണ് ഏത് ഫിസിയോളജിക്കൽ നീഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇതിൽ വരുന്ന നീഡ്സ് ആണ് ഹങ്കർ, തേഴ്സ്റ്റ്, ഷെൽട്ടർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. വിശപ്പ്, ദാഹം, പിന്നെ എന്താണ് സുരക്ഷിതമായിട്ടൊരു സ്ഥലം, നമുക്ക് ഉറങ്ങാനും എഴുന്നേക്കാനും വേണ്ടിയിട്ടുള്ള ഒരു സുരക്ഷിതമായിട്ടുള്ള ഒരു പ്ലേസ്. ഫിസിയോളജിക്കൽ നീഡ്സ് ആർ എസെൻഷ്യൽ ഫോർ മെന്റൽ ഹെൽത്ത്. നമ്മുടെ മെന്റൽ ഹെൽത്തിന് ഏറ്റവും എസെൻഷ്യൽ ആയിട്ട് വേണ്ട ഒരു നീഡാണ് ഫിസിയോളജിക്കൽ നീഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അന്ന് വരുന്നത് ഓരോന്ന് സിമ്പിൾ ആയിട്ട് നമുക്കൊന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഫുഡ് ആൻഡ് വാട്ടർ. ഫുഡ് പ്രൊവൈഡ് എനർജി ടു ഡു വർക്ക്സ്. നമുക്ക് ഫുഡ് കഴിച്ചാലാണ് നല്ല രീതിയിൽ എന്ത് കിട്ടുള്ളൂ? എനർജി കിട്ടുള്ളൂ. നിങ്ങൾ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ഒക്കെ പഠിച്ചില്ലേ? എനർജി ഗിവിംഗ് ഫുഡ്സും ബോഡി ബിൽഡിംഗ് ഫുഡ്സും ഒക്കെ നമ്മൾ പഠിച്ചതല്ലേ? ഓർമ്മയുണ്ടാക്കാം? ഓർക്കുന്നുണ്ടെന്ന്. അപ്പൊ നമുക്ക് നല്ല രീതിയിൽ വർക്കൊക്കെ ചെയ്യാൻ വേണ്ടി നമുക്ക് എനർജി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കണം. ഹെൽപ്പ് ഇൻ ഗ്രോത്ത് ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് ദ ബോഡി. നമ്മളുടെ ബോഡി നല്ല രീതിയിൽ ഗ്രോ ചെയ്യാനും അത് മെയിൻറ്റെയിൻ ചെയ്യാനും നമുക്ക് എന്ത് വേണം? നല്ല ഫുഡുകൾ കഴിക്കണം. പ്രൊട്ടക്ട് ഫ്രം ഡിസീസ്. അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ്, നല്ല വൈറ്റമിൻസ്, മിനറൽസ് ഒക്കെ അടങ്ങിയിരുന്ന ഫുഡുകൾ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി. പെർഫോം സൈക്കോ സോഷ്യൽ ഫങ്ഷൻ ടു. നമ്മളുടെ സൈക്കോ സോഷ്യൽ ഫങ്ഷൻസ് ഫിസിക്കൽ ആവട്ടെ സോഷ്യൽ ആവട്ടെ ഫങ്ഷൻസ് എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മളുടെ കുട്ടികൾക്ക് നല്ല ആരോഗ്യം കിട്ടാൻ വേണ്ടിയിട്ടും എന്ത് ഇമ്പോർട്ടന്റ് ആണ്? ഫുഡ് ഇമ്പോർട്ടന്റ് ആണ്. ഫുഡ് പോലെ തന്നെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ത്? വാട്ടർ. നമ്മൾ കുടിക്കേണ്ടത് തിളപ്പിച്ചാറ്റിയ വെള്ളമാണ് കുടിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു എമൗണ്ട് നമ്മളിപ്പോ കുട്ടികളാണെങ്കിൽ ഇത്ര എമൗണ്ട് വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞാൽ അത്ര എമൗണ്ട് കറക്റ്റ് ആയിട്ട് കുടിക്കണം. കാരണം ഈ വാട്ടർ ഹെൽപ്സ് ഇൻ റെഗുലേറ്റിംഗ് മെനി ബോഡി ഫങ്ഷൻ. നമ്മുടെ ബോഡി ഫങ്ഷൻസ് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാട്ടർ വളരെ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. കാരണം നമ്മുടെ മെറ്റബോളിക് ആക്ടിവിറ്റി ആവട്ടെ എന്തൊരു ആക്ടിവിറ്റീസിലും ബേസിക് എന്താണ്? വാട്ടറാണ്. സഫിഷ്യന്റ് എമൗണ്ട് ഓഫ് ഫുഡ് ആൻഡ് വാട്ടർ ഇൻ റൈറ്റ് ടൈം.
കറക്റ്റ് ടൈമിൽ നമ്മൾ എന്ത് ചെയ്യണം, ഫുഡും വാക്കും കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, എടുക്കണം. ടൈംസ് ഹെൽപ്സ് ദ ചൈൽഡ് ടു സ്റ്റേ ഹെൽത്തി ആൻഡ് ഹാപ്പി. എന്നിരുന്നാൽ മാത്രമാണ് കുട്ടികൾ എന്ത് ചെയ്യണത്, ഹെൽത്തിയും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കുട്ടികൾ വിശന്നിരിക്കണമെങ്കിൽ ഒരു വാശി കാണിക്കും. നമ്മുടെ കുട്ടികളെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാല് ചില കുട്ടികള് വിശപ്പ് കൂടിക്കഴിഞ്ഞാലാണ് ചിലർ എന്ത് ചെയ്യുന്നത്, വാശി കാണിക്കുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അവരുടെ നേച്ചർ അല്ല, അവർക്ക് ഒരു എന്താ പറയാ ഹങ്ങർ എന്ന് പറയുന്ന ഫീലിംഗ് അവർക്ക് എന്ത് ചെയ്യാൻ അറിഞ്ഞൂടാ, പ്രകടിപ്പിക്കാൻ അറിഞ്ഞൂടാ. അതുകൊണ്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, വാശി കാണിക്കുന്നത്. അല്ലെങ്കിൽ ദേഷ്യം പിടിക്കും, കരയും, വെള്ളത്തിക്കും. അതൊക്കെ എന്തുകൊണ്ടാണ്, അവർക്ക് ആ ഫീലിംഗ് അല്ലെങ്കിൽ ആ വിശപ്പ് എന്നുള്ളൊരു ഫീല് അവർക്ക് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നോക്കാം. അപ്പൊ പ്രോപ്പർ ആയിട്ട് നമുക്ക് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡും പ്രോപ്പർ അളവിൽ വാട്ടറും നമ്മൾ എന്ത് ചെയ്യണം, കുട്ടികൾക്ക് കൊടുക്കണം. ചെറുപ്പം മുതലേ കുട്ടികളെ നമ്മൾ നല്ല രീതിയിലുള്ള ക്ലോത്തുകൾ, ക്ലീൻ ആയിട്ടുള്ള ക്ലോത്തുകൾ എന്ത് ചെയ്യും, ധരിപ്പിക്കാനായിട്ട് ശീലിപ്പിക്കണം. കാരണം ക്ലീൻ ആയിട്ടുള്ള ക്ലോത്ത് വേണം. കാരണം അഴുക്കൊന്നും പറ്റാത്ത അല്ലെങ്കിൽ എന്താ പറയാ അത്യാവശ്യം ക്ലൈമറ്റിനോട് ചേരുന്ന രീതിയിലുള്ള ക്ലോത്തുകൾ നമ്മൾ കുട്ടികളെ ധരിപ്പിക്കണം. ഇപ്പൊ ഈ വേനൽക്കാലത്തൊന്നും പോയിട്ട് ഒരുപാട് ഇറുകിയ ഡ്രസ് ഒന്നും ഇടിക്കാൻ പാടില്ല. കാരണം എന്താണ്, അങ്ങനെയാണെങ്കിൽ അവർക്ക് ചൂട് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. പെട്ടെന്ന് അവർക്ക് വേണമെങ്കിൽ തലകറക്കൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യണം, ലൂസ് ആയിട്ടുള്ള ഡ്രസ്സ് ആയിരിക്കും അവരെന്ത് ചെയ്യാനായിട്ട് വിയർ ചെയ്യിപ്പിക്കാൻ. അതേപോലെ വേനൽക്കാലത്താണെങ്കിൽ കോട്ടന്റെ ഡ്രസ്സുകൾ കുറച്ച് നല്ലതായിരിക്കും. മഴക്കാലത്താണെങ്കിൽ എന്താണ്, നമ്മള് പോളിസ്റ്റർ ടൈപ്പ് ഡ്രസ്സ്, പെട്ടെന്ന് നനഞ്ഞാലും പെട്ടെന്ന് ഉണങ്ങുന്ന ടൈപ്പ് ഡ്രസ്സുകൾ നല്ലതായിരിക്കും. Proper selection of the cloth keep the child safe from climatic changes. അപ്പൊ പ്രോപ്പർ ആയിട്ട് നമ്മൾ ഓരോരുത്തരും ഉത്തരവാദിത്തമാണ്. ടീച്ചേഴ്സിനെ ആണെങ്കിൽ നമ്മൾ യൂണിഫോം ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് ടൈറ്റ് ആയിട്ടുള്ള യൂണിഫോം ഒക്കെ ഇടിയിക്കരുത്, പെർമിറ്റ് ചെയ്യരുത്. കാരണം എന്താണ്, കുട്ടിക്ക് അത് കംഫർട്ടബിൾ ആയിട്ടില്ല. ടൈറ്റ് ആയിട്ട് ഏജിനനുസരിച്ച് അവർക്ക് എന്ത് ചെയ്യണം, യൂണിഫോം ചേഞ്ച് ചെയ്യണം. കാരണം ഒരുപാട് ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ടിട്ട് കുട്ടിക്ക് ഇത് നല്ല രീതിയിൽ കംഫർട്ടബിൾ ആയിട്ട് പഠിക്കാൻ പറ്റും എന്റെ അഭിപ്രായത്തിൽ ഇല്ല. അപ്പൊ നമ്മൾ അവരോട് പറയണം, കുറച്ച് ലൂസ് ആയിട്ടുള്ള ഡ്രസ്സ് ഉണ്ടെങ്കിൽ അത് വിയർ ചെയ്യണം, നല്ലതായിരിക്കും. അതേപോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ചിനനുസരിച്ചുള്ള ടൈപ്പ് ഡ്രസ്സ്, ക്ലൈമറ്റിനനുസരിച്ചുള്ള ഡ്രസ്സുകൾ പ്രൊവൈഡ് ചെയ്യണം. കാരണം ഇപ്പൊ വേനൽക്കാലത്തെ സമയത്തൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് കറുപ്പോ അങ്ങനെ ഡാർക്ക് കളറോ കട്ടി കൂടിയതൊക്കെ ഇടുകയാണെങ്കിൽ കുട്ടികൾക്ക് ഓൾറെഡി എന്തായിരിക്കും, ചൂടുണ്ട്, ടെമ്പറേച്ചർ ഉണ്ട്. പക്ഷെ ഇതും കൂടി ഡ്രസ്സിന്റെയും കൂടി ആകുമ്പോൾ അവർക്ക് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ക്ലോത്ത് ഹാവ് ടു ബി കംഫർട്ടബിൾ നോട്ട് ഓൺലി to delicate skin of the child, but should also let free moments of limbs. ടൈറ്റ് ആയിട്ട് ഇറുകിയിരിക്കുന്ന ഡ്രസ്സുകൾ കണ്ടിട്ടുണ്ട്, അങ്ങനെ ഒരിക്കലും കുട്ടികൾ വിയർ ചെയ്യിപ്പിക്കില്ല. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്ന കുട്ടികൾക്ക് കൊടുക്കാറ്. Children feel very pleasant when their garments have attractive design and colors. ഇന്നത്തെ കാലത്തെ കാര്യമാണ് എനിക്ക് തോന്നുന്നത് പെൺകുട്ടികളുടെ അമ്മമാരെ ഫേസ് ചെയ്യണ മെയിൻ ആയിട്ടുള്ള പ്രോബ്ലമാണ്. ഈ കുട്ടികൾക്ക് എത്ര ഡ്രസ്സ് ഉണ്ടെങ്കിലും അവർ ഭയങ്കര സെലക്റ്റീവ് ആണ്. പെൺകുട്ടികളുള്ള അമ്മമാരൊന്ന് ആലോചിച്ച് നോക്കിയേ, അവർക്ക് എന്താണ് ഡിസൈൻ, കളർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള ഡിസൈൻസ് ഒക്കെ അവർ നമ്മൾ എന്ത് ചെയ്യണത്, പ്രിഫർ ചെയ്യണത്. അത് ജസ്റ്റ് അവരോട് പറഞ്ഞിട്ടുള്ളൂ കേട്ടോ, അവരുടെ കുട്ടികൾക്ക് സന്തോഷം വരാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഡ്രസ്സുകളാണ് പ്ലസന്റ് അവർ വിയർ ചെയ്യണമെന്ന് മാത്രം പറഞ്ഞോളൂ. നമുക്ക് നോക്കേണ്ട എന്താണ്, പ്രോപ്പർ ആയിട്ട് ക്ലീൻ ആയിട്ടുള്ള ഡ്രസ്സുകൾ നമ്മൾ എന്തെങ്കിലും കുട്ടികളെ വിയർ ചെയ്യിപ്പിക്കണം. ക്ലൈമറ്റിനനുസരിച്ചുള്ള ഡ്രസ്സ് വിയർ ചെയ്യിപ്പിക്കണം. ഒരുപാട് ടൈറ്റ് ആയിട്ടുള്ളതും ഇറുകിയിട്ട് ആയിട്ടുള്ള യൂണിഫോംസ് ആയാലും ഡ്രസ്സ് ആയാലും അവർ വിയർ ചെയ്യിപ്പിക്കുന്നത്. കളറിന്റെ കാര്യത്തിൽ ബ്ലാക്ക് കളേഴ്സ് അധികം പ്രിഫർ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം നമ്മളിപ്പല്ലേ ഇപ്പൊ മണ്ഡലമാസം അല്ലേ, ശബരിമലയ്ക്കൊക്കെ പോണ സീസൺ അല്ലെ. അതെ മിസ്സേ. എന്തുകൊണ്ടാണ് അവിടേക്ക് പോണവര് കൂടുതലായിട്ട് ബ്ലാക്ക് അല്ലെങ്കിൽ കരിനീല കളറുള്ള ഡ്രസ്സ് ഇടുന്നതെന്ന് അറിയാവോ? തണുപ്പ് കൂടുതലല്ലേ? അതെ, ചിലർ വിചാരിക്കുന്ന ആചാരപ്രകാരം അത് അങ്ങനെ വിയർ ചെയ്യുന്നത് അല്ല. അത് മണ്ഡലമാസം എന്ന് പറഞ്ഞാൽ നല്ല വൃശ്ചികത്തിൽ എന്താണ്, നല്ല മഞ്ഞാണ്. അപ്പൊ ആ ക്ലൈമറ്റിനനുസരിച്ചിട്ടുള്ള ഒരു വേഷമാണ് ഇത് ബ്ലാക്ക് എന്ന് പറയുന്നത്. ബ്ലാക്ക് കൂടുതലായിട്ട് ഇതിന്റെ ടെമ്പറേച്ചർ നമ്മുടെ ബോഡിയിൽ നിലനിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യും. ബ്ലാക്ക് ഇത് പറഞ്ഞ ബ്ലൂ അങ്ങനത്തെ ഭയങ്കര കരിനീല ടൈപ്പ് ഡ്രസ്സ് ഒക്കെ. അപ്പൊ അതുകൊണ്ടാണ് അവർ അങ്ങനെ വിയർ ചെയ്യുന്നത്. അപ്പൊ നമ്മ വേനൽക്കാലത്ത് ഇതേ കളർ കൊടുക്കുകയാണെങ്കിൽ ഓൾറെഡി എന്താണ്, ചൂടാണ് ടെമ്പറേച്ചർ, അതിന്റെ അറ്റ്മോസ്ഫിയറിലെ ടെമ്പറേച്ചർ അത്യാവശ്യം ഭയങ്കര ചൂടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ടെമ്പറേച്ചർ ഹൈ ആകുന്ന കുട്ടികൾക്ക് വിയർ ചെയ്യുമ്പോൾ അവർക്ക് അൺകംഫർട്ടബിൾ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ മാക്സിമം അങ്ങനത്തെ ഡ്രസ്സുകൾ എന്ത് ചെയ്യാതിരിക്കാം, കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യാതിരിക്കാം. ഇനി പ്രോപ്പർ ആയിട്ട് സ്ലീപ്പ് കൊടുക്കണം, സ്ലീപ്പും റെസ്റ്റും കൊടുക്കണം. നമ്മൾ പറയാറില്ലേ, കുഞ്ഞു കുട്ടികൾ ഒരുപാട് സമയം എന്ത് ചെയ്യണം, പകലൊക്കെ കിടന്നുറങ്ങണം എന്നൊക്കെ പറയും. അതെന്തുകൊണ്ടാണ്? കാരണം
അവർക്ക് ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോപ്പർ എന്ത് വേണം, സ്ലീപ്പ് കിട്ടണം. അതേപോലെ അവരെന്താ പറയണത്, കുട്ടികൾ എനഫ് ആയിട്ടുള്ള സ്ലീപ്പും റെസ്റ്റും കിട്ടണം. ഇപ്പം നമ്മളൊരു ദിവസം എല്ലാ ദിവസവും ഇപ്പൊ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ, KG സെഷനിലെ കുട്ടികളൊക്കെ ആണെങ്കിൽ നമ്മളിപ്പോ ചിലപ്പോ 1 hour ഒക്കെ സ്ലീപ്പിംഗ് സമയം കൊടുക്കാറുണ്ട് ചില സ്കൂളുകൾ കേട്ടോ. അപ്പൊ 1 hour ചിലപ്പോ അവര് അതിനൊരു പ്ലേസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യും. ചിലപ്പോ അവിടെ ജസ്റ്റ് കുറച്ചു നേരം റെസ്റ്റ് ചെയ്തോ ഒന്നും ചെയ്യേണ്ട, ഒരു മണിക്കൂർ നിങ്ങൾ ഇങ്ങനെ കടന്നോളാനൊക്കെ പറയും. ഞങ്ങളുടെ അവിടെ മഠത്തിൽ അങ്ങനെ ഇരുന്ന്. അപ്പം ഒരു ബെഞ്ചിൽ തന്നെ കടത്തുള്ളൂ, അല്ലാണ്ട് നമുക്ക് പായൊന്നും തരില്ല, അങ്ങനെ ഒന്നും കടത്തില്ല. ജസ്റ്റ് അവിടെ കടന്ന് ഒരു മണിക്കൂർ ഉറങ്ങാൻ പറ്റും. ദ ചൈൽഡ് മസ്റ്റ് അലൗഡ് ടു ഗെറ്റ് എനഫ് സ്ലീപ്പ് ആൻഡ് റെസ്റ്റ്. കുട്ടികൾക്ക് ആവശ്യത്തിനധികം എന്ത് വേണം, ആവശ്യത്തിനധികമല്ല, ആവശ്യത്തിന് ഉറക്കം വേണം, റെസ്റ്റും വേണം. ദിസ് ഗീവ്സ് ദ റെസ്റ്റ് ടു ദ ബോഡി ഓർഗൻസ്. ദ ചൈൽഡ് ഫീൽ ഫ്രഷ് വെൻ വാക്കിംഗ് അപ്പ്. അപ്പോൾ നമ്മൾ ഈ റെസ്റ്റോ സ്ലീപ്പോ പ്രൊവൈഡ് ചെയ്യണത് നമ്മുടെ ബോഡിയുടെ ഓർഗൻസിനും കൂടിയാണ് പ്രോപ്പർ ആയിട്ട് റെസ്റ്റ് കൊടുക്കാറ്. എന്നിരുന്നാൽ മാത്രമാണ് കുട്ടികൾ വീണ്ടും ഉണർന്നു വരുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ എല്ലാ ആക്ടിവിറ്റീസും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എനർജി ആർക്ക് കിട്ടുള്ളൂ, കുട്ടികൾക്ക് കിട്ടുള്ളൂ. ഓക്കെ, ഇനി ആക്ടിവിറ്റീസ് ആൻഡ് എക്സസൈസ്. കുട്ടികളെ നല്ല രീതിയിൽ ആക്റ്റീവ് എന്ന് വെച്ചാൽ പറയാ എക്സസൈസ് ഒക്കെ ചെയ്യിപ്പിക്കണം. കാരണം അവർ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവർ ഭയങ്കര ആക്റ്റീവായിരിക്കും. കുട്ടികൾ എങ്ങനെയാണ്, ഭയങ്കര കുരുത്തക്കേടാന്ന് പറയൂലേ, അത് അവരുടെ നേച്ചറാണ് കേട്ടോ, നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല. അവര് ഭയങ്കര ആക്റ്റീവാണ്. കാരണം എന്താണ്, കുട്ടികളാണ്, അങ്ങനെയാണ് അവരുടെ നേച്ചർ, അതാണ് കേട്ടോ. അപ്പൊ ബീയിങ് എ ഗ്രോത്ത് ഏജ്, the preschool child is very active. ഗ്രോത്ത് ഏജിലെ പ്രീസ്കൂൾ കുട്ടികൾ, നമ്മുടെ KG കുട്ടികൾ അങ്ങനെയാണ്, ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും. A good amount of physical activities, free play, of course, under the adult supervision. നമ്മൾ കുട്ടികളെ ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്യിപ്പിക്കണം, പുറത്ത് കളിക്കാനൊക്കെ വിടണം. ആരുടെ ഇതിൽ ഒബ്സർവേഷൻ അല്ലെങ്കിൽ സൂപ്പർവിഷനിൽ അഡൽട്ട് മുതിർന്ന വ്യക്തിയുടെ എന്തില് സൂപ്പർവിഷനിൽ വേണം വിടാൻ. കാരണം കുട്ടികളാണ്, എപ്പോ വേണമെങ്കിലും ചെറിയൊരു ആക്സിഡന്റ് പോലും സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ കണ്ണ് തെറ്റിയാൽ മതി കുട്ടികൾക്ക് എന്തെങ്കിലും പറ്റാനായിട്ട്. അപ്പൊ നമുക്ക് ആ ഒരു ഫീൽ കിട്ടുള്ളൂ. കാരണം നമ്മൾ എത്ര നന്നായിട്ട് ആ കുട്ടികളെ നോക്കിയാലും ചെറിയൊരു മിസ്റ്റേക്ക് നമ്മുടെ ഭാഗത്തു നിന്ന്, ഒരു ശ്രദ്ധക്കുറവ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഫോൾട്ട് ആയിട്ടായിരിക്കും മറ്റുള്ളവർ കണ്ടത്. നമ്മൾ കുട്ടികളെ കെയറോട് കൂടി ശ്രദ്ധിച്ച് വേണം അവരെന്ത് ചെയ്യാനായിട്ട്, കളിക്കാനൊക്കെ വിടാൻ. ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ സഫിഷ്യന്റ് മസിൽ ഡെവലപ്മെന്റ്. നമ്മൾ ഇവരിങ്ങനെ ഫിസിക്കൽ ആക്ടിവിറ്റീസിലൊക്കെ എൻഗേജ് ചെയ്യിപ്പിക്കുമ്പോൾ അവർ അത്യാവശ്യം സഫിഷ്യന്റ് ആവും, മസിൽ ഡെവലപ്മെന്റ് ഒക്കെ പ്രോപ്പർ ആവും. ഇനി നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒന്നും കൊടുക്കുന്നില്ല, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ പറയണത്, ഗ്രോത്ത് റിലാക്സേഷൻ വരും. ചില മന്ദത നമ്മൾ പറയാറില്ലേ, ഫിസിക്കൽ ഗ്രോത്ത് അത്ര പ്രോപ്പർ ആയിട്ട് ഉണ്ടാവില്ല എന്നാ പറയുന്നത്. ലാക്ക് ഓഫ് ആഡ്വക്കേറ്റ് ഓപ്പർച്യൂണിറ്റി ഫോർ ഫിസിക്കൽ ആക്ടിവിറ്റി എക്സസൈസ് ക്യാൻ hinder the normal growth of the child, as result in growth reduction or malformation in long run. ഭാവിയിൽ ചിലപ്പോൾ അവർക്ക് വളർച്ചയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ, വല്ല മന്ദത തന്നെ പറയാറ്, അങ്ങനെ എന്തെങ്കിലോ അല്ലെങ്കിൽ മാൽഫോർമേഷൻസ് അങ്ങനെയൊക്കെ ഭാവിയിൽ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ കുട്ടികളെ അത്യാവശ്യം നല്ല രീതിയിൽ ഫിസിക്കൽ ആക്ടിവിറ്റീസിലൊക്കെ എന്ത് ചെയ്യുക, എൻഗേജ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കാം. ഇനി കുട്ടികളെ ഒരു എന്ന കുട്ടികളിൽ ഡെവലപ്പ് ചെയ്യേണ്ട ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു ഇതാണ് എന്താ, ഹൈജീനിക്. നമ്മളത് പഠിച്ചു വന്നതാണ്. നമ്മൾ ഈ വീടിന്റെ കാര്യത്തിൽ കുട്ടികൾക്ക് എന്ത് കൊടുക്കണം, ഹൈജീനിക് ആയിട്ടിരിക്കാനായിട്ട് കുട്ടികൾക്ക് വേണ്ട ഗൈഡൻസ് ഒക്കെ കൊടുക്കണം. പേഴ്സണൽ ആൻഡ് എൻവയോൺമെന്റ് ക്ലീനസ് ആർ ഇമ്പോർട്ടന്റ് കോൺട്രിബ്യൂട്ടർ ടു ഗുഡ് ഹെൽത്ത്. നമുക്ക് പ്രോപ്പർ എമൗണ്ട് ഹെൽത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ എന്താണ്, നല്ല രീതിയിൽ നല്ല ക്ലീനസ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റും പേഴ്സണൽ എൻവയോൺമെന്റ് നമ്മൾ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യണം. ദിസ് ഡിമാൻഡ് പ്രോപ്പർ ടോയ്ലറ്റ് ട്രെയിനിങ്. ഇതിൽ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾ ചെറുപ്പത്തിൽ, നമ്മൾ പ്രീ സ്കൂൾ കുട്ടികളാണ്, അവർക്ക് പ്രോപ്പർ ആയിട്ട് ടോയ്ലറ്റ് ട്രെയിനിങ് കൊടുക്കണം. ഓഫ് ദി ചൈൽഡ്, കെയർ ഓഫ് ബോഡി ഓർഗൻസ് ലൈക്ക് ഐസ്, നോസ്, മൗത്ത്, ടീത്ത്, ഹെയർ, സ്കിൻ അന്നെങ്കിലും. ഇപ്പൊ ഈ പറഞ്ഞ ബോഡി ഓർഗൻസിന് ആവശ്യമുള്ള കെയർ എങ്ങനെ പ്രൊവൈഡ് ചെയ്യണമെന്ന് നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യണം. Children should be give training to keep their anal and genital areas clean. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ജെനറൽ ഏരിയാസ് ഒക്കെ എങ്ങനെയാ ക്ലീൻ ചെയ്യേണ്ടത്, and wash their hands clearly with soap and water every time after using toilets. അപ്പൊ പ്രോപ്പർ ആയിട്ട് അവർക്ക് എന്താ പറയാ,
ജനറൽ ഏരിയാസ് ഇങ്ങനെ ക്ലീൻ ചെയ്യേണ്ടത്, ഗേൾസിന്റെ ആയാലും ബോയ്സ് ആയാലും എങ്ങനെ അത് ക്ലീൻ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബോഡി എങ്ങനെ ഹാൻഡ്സ് എങ്ങനെ വാഷ് ചെയ്യണം, അതേപോലെ നല്ല രീതിയിൽ സോപ്പും വെള്ളമൊക്കെ ഉപയോഗിച്ച് ടോയ്ലറ്റിൽ പോയതിനു ശേഷം എങ്ങനെ വാഷ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കാം. അതിനൊരു എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യേണ്ട ഉത്തരവാദിത്വം നമ്മളുടെ. ഇത്രയും നീഡ്സ് ആണ് കുട്ടികളെ സംബന്ധിച്ചുള്ളത്. എന്നൊക്കെ പറഞ്ഞത് അവർക്ക് പ്രോപ്പർ ആയിട്ട് ഫുഡും വാട്ടറും വേണം, നല്ല രീതിയിൽ ക്ലോത്ത് വേണം, നല്ല രീതിയിൽ ഉറക്കം വേണം, അവർക്ക് ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കൊടുക്കണം, ഹൈജീനിക് ആയിരിക്കണം. ഞാനിത് എന്താ എക്സ്പ്ലെയിൻ ചെയ്യാത്തതെന്ന് അറിയാവോ? കൂടുതലായിട്ട് നമ്മളിത് ഓൾറെഡി നിങ്ങൾ എവിടെ പഠിച്ചിട്ടുണ്ട്? ഫസ്റ്റ് പാർട്ടിൽ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻസും അതേപോലെ ഹെൽത്തും എന്നൊക്കെ പറഞ്ഞ ചാപ്റ്റേഴ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടാണ് ചെറിയൊരു കാര്യം മാത്രം നമ്മളത് പറയുന്നുള്ളൂ. അതുകൊണ്ടാണ് ഡീറ്റെയിൽഡ് ആയിട്ട് അത് പറഞ്ഞു പോവാതെ. ഓർമ്മയുണ്ടോ ഈ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ? യെസ് മാം, ഓർക്കുന്നുണ്ട്. ഓർക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാറുണ്ട്. ഇനി ഞാൻ എടുത്തൊരു പോർഷൻ ആണ് റോൾ ഓഫ് ഇമോഷൻസ്. ഇമോഷൻസിന്റെ റോളാണ് പറഞ്ഞത്. അതിനു മുമ്പ് നമ്മളുടെ കൂടെ ഉള്ളവരെ അവർക്ക് എന്താണ് ഇമോഷൻ എന്നുള്ളത് ഓർമ്മയുണ്ടോ? കഴിഞ്ഞ ലാസ്റ്റ് എടുത്ത് നിർത്തിയിട്ട് സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റ് ആണ്. നമ്മൾ ഇമോഷൻസ് ഒക്കെ പറഞ്ഞു. പിന്നെ പറഞ്ഞത് ഇപ്പൊ ഇമോഷനെ കുറിച്ച് ഒരു 4 ഇമോഷൻ കൊടുത്തിട്ടുണ്ട്. ആ ഇമോഷനെ കുറിച്ച് ഓരോരുത്തരും അവരവരുടെ അഭിപ്രായം പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആദ്യം അഫെക്ഷൻ ആർക്കാ തന്നത്? എനിക്ക് അഫെക്ഷൻ തന്നത്. എന്താണ്? അഫെക്ഷൻ എനിക്കാ തന്നത്. പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ മോൻ? ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടില്ല. ഒന്നാമത് ഞാൻ നോക്കിയാണ്, പക്ഷെ എനിക്ക് വല്ലാണ്ട് മനസ്സിലായില്ല. പിന്നെ ബുക്കിലുള്ളത് ഞാൻ ഇപ്പോഴാ കാണുന്നത്. ആണല്ലേ? ടെസ്റ്റിൽ മനഃപൂർവ്വം പറയാൻ കേട്ടാ. ഈ ടെസ്റ്റിൽ ഉണ്ടായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങോട്ട് അത് നോക്കിയിട്ട് മലയാളം പറയാൻ നോക്കും. അതുകൊണ്ടാണ്. ഓൺലൈനിൽ അല്ലാണ്ട് എനിക്ക് കിട്ടിയിട്ടില്ല. ജസ്റ്റ് ഒരു എന്താ ക്ലിയർ ആയിട്ടില്ല. അപ്പൊ പറഞ്ഞുതരാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തന്നെ ക്ലിയർ ആയിട്ടില്ല. വാത്സല്യത്തെ കുറിച്ച് വേറെ ആർക്കെങ്കിലും അറിയാവോ? മിസ്സേ പറയട്ടെ? പറഞ്ഞോടാ. അഫെക്ഷൻ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഇന്റിമസി തോന്നുക അവരോട് നന്നായിട്ട് വളരെ സ്നേഹത്തോടെയും വാത്സല്യത്തോടും കൂടി പെരുമാറുന്ന, അത് ഏത് പേഴ്സൺ ആയാലും അവരോട് കൂടുതൽ മെന്റൽ അറ്റാച്ച്മെന്റ് തോന്നും. അത് ഫാമിലിയിൽ ആവുമ്പോൾ ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് പാരൻസ് ആണ് അവരോട് കൂടുതലായിട്ട് ഒട്ടും വഴക്ക് പറയാതെ അവരോട് കൂടുതൽ അവരുടെ എല്ലാ തരത്തിലുള്ള ആക്ടിവിറ്റീസിനും കൂടെ കളിക്കാനും, അതുപോലെ തന്നെ എന്ത് കുറുമ്പ് ചെയ്താലും അവരെ നല്ല രീതിയിൽ പാമ്പർ ചെയ്ത് കൊണ്ട് നടക്കാനും അങ്ങനെയൊക്കെ അവരുടെ ഒപ്പം എല്ലാ കാര്യത്തിനും കൂടും. പാരൻസ് വഴക്ക് പറയുമ്പോഴും അത് പറയണ്ട എന്ന് പറഞ്ഞ് അവരെ പ്രൊട്ടക്ട് ചെയ്ത് അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും അവരുടെ ഒപ്പം നിൽക്കുന്നത് കൊണ്ട് അവരോട് ഒരു മെന്റൽ അറ്റാച്ച്മെന്റ് ആ കുട്ടികൾക്ക് കൂടുതലായിട്ട് തോന്നും. അതുപോലെ തന്നെയാണ് അവനവന്റെ ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളോടും ഒരു മെന്റലി അറ്റാച്ച്ഡ് ആവും. കാരണം ഒരേ തരം ആക്ടിവിറ്റീസ് ഒരേ തരം ഫീലിങ്സോട് കൂടി അവർക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ, ഇപ്പോ കളി സ്ഥലത്താണെങ്കിലും വേറെ എവിടെയാണെങ്കിലും, കാരണം അവരുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ഒരേ വേവ് ലെങ്ത് ആയിരിക്കും. അപ്പൊ കൂടുതൽ ഫ്രണ്ട് സർക്കിളിലുള്ളവരോടും ഒരു അറ്റാച്ച്മെന്റ് തോന്നും. പിന്നെ ഇപ്പൊ പാരൻസിൽ തന്നെ ചിലപ്പോ മദർ ഉണ്ടാവും, അല്ലെങ്കിൽ ചില വീടുകളിൽ മദറാവും കൂടുതൽ കുട്ടികളെ കെയർ ചെയ്യുന്നതും അല്ലെങ്കിൽ കൂടുതൽ അവരുടെ ആയിട്ട് മിങ്കിൾ ചെയ്യുന്നതും. അപ്പൊ അവരുടെ അടുത്ത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് കുട്ടികൾക്ക് ഫീൽ ചെയ്യും. ചില വീടുകളിൽ ചിലപ്പോൾ ഫാദർ ആയിരിക്കും കൂടുതൽ ആവുക. പെൺകുട്ടികളുടെ കാര്യത്തിലൊക്കെ കുറച്ചും കൂടി അച്ഛന്മാരോട് ഒരു ഇന്റിമസി കാണിക്കുന്നത് പൊതുവെ കണ്ടുവരുന്നുണ്ട്. കാരണം അവരുടെ എല്ലാ കാര്യങ്ങൾക്കും കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് അവരുടെ എല്ലാ വാശികൾക്കും കൂട്ടു നിൽക്കുന്നുണ്ട്. അപ്പൊ അച്ഛന്മാരോട് കൂടുതൽ ഇന്റിമസി തോന്നും. ഇപ്പോ ആൺപിള്ളേരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് കൂടുതൽ അമ്മമാരോടായിരിക്കും അവര് കൂടുതൽ കാര്യങ്ങൾ തുറന്നു പറയാ. അവരെ ഇപ്പൊ അച്ഛന്മാര് ചീത്ത പറയുമ്പോഴും അമ്മമാര് അവരുടെ വേണ്ടിയിട്ട് സംസാരിക്കും. അവൻ അങ്ങനെയല്ല, ആ കാര്യം കൊണ്ടാണ് എന്ത് ചെയ്തത്, അല്ലെങ്കിൽ അങ്ങനെ പണിഷ്മെന്റ് കൊടുക്കുമ്പോ വേണ്ട എന്ന് പറഞ്ഞ് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് അമ്മമാര് കൂടുതൽ ഇനീഷ്യേറ്റീവ് എടുക്കും. അപ്പോൾ അമ്മമാരോടും കൂടുതൽ ചില കുട്ടികൾക്ക് അറ്റാച്ച്മെന്റ് തോന്നും. ഇതൊക്കെ ഡിപ്പെൻസ് ചെയ്തിട്ടാണ്, അവനവൻ വളർന്നു വരുന്ന ഒരു സാഹചര്യത്തെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഓരോ കുട്ടികൾക്കും ഓരോരുത്തരോടുള്ള അറ്റാച്ച്മെന്റ് കൂടുതലായിട്ട് വരിക. അപ്പോൾ അങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥ അത് ഓരോ കുട്ടികൾക്കും ഓരോ തരത്തില് ഡിഫറെന്റ് ആയിരിക്കും. എല്ലാ കുട്ടികൾക്കും ഗ്രാൻഡ് പാരൻസിനോടോ, ഇപ്പൊ ഗ്രാൻഡ് പാരൻസ് ഇല്ലാത്ത വീടുകൾ ഉണ്ടായിരിക്കും. ഇപ്പൊ ന്യൂക്ലിയർ ഫാമിലിയാണ്, അതുകൊണ്ട് തന്നെ പല ഗ്രാൻഡ് പാരൻസും ഉണ്ടായിക്കൊള്ളണം എന്നില്ല.
അപ്പോ അവർക്ക് അവരോട് ആരാണോ കൂടുതൽ സ്നേഹം കാണിക്കുന്നത് അവരുടെ അടുത്ത് കൂടുതൽ ഒരു അറ്റാച്ച്മെന്റ് തോന്നാം. ചിലപ്പോ മേ ബി ടീച്ചേഴ്സ് ആയിരിക്കും. ഇപ്പൊ മിസ് തന്നെ പറഞ്ഞു അന്ന് മിസ്സിന് ഗീത മിസ്സിന്റെ അടുത്ത് ഭയങ്കര അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നു എന്ന്. നമ്മുടെ ക്യാരക്ടറിനെ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റിനെ ആരെ ഇൻഫ്ലുവൻസ് ചെയ്യണോ അവരോട് കൂടുതൽ അറ്റാച്ച്മെന്റ് തോന്നും. അതിനെയാണ് ഈ അഫെക്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്. താങ്ക് യു മാം. ഓക്കേടാ. വാത്സല്യം തന്നെയാണ് കേട്ടോ നമുക്ക് ആ ഒരു ഫീൽ തോന്നണത്. ഞങ്ങൾക്ക് തോന്നി. ഇത്ര ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നോ ടോപ്പിക്ക്? ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ലേ, ഇത് പറയാനായിട്ട് ഇപ്പൊ നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണല്ലോ. വേറെ ആരുടെ അടുത്തും ആണല്ലോ മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നോക്കാനായിട്ട്. അപ്പൊ ഞാൻ ആ ഹെഡിങ് കണ്ടപ്പോ പറയാമെന്ന് വിചാരിച്ച് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ മിസ്. പിന്നെ ഒരു കാര്യം കൂടിയും പറഞ്ഞോട്ടെ. എന്താടാ? നേരത്തെ മിസ് പറഞ്ഞില്ലേ ശബരിമലയിലത്തെ ഡ്രസ്സിന്റെ ഒരു ബ്ലാക്കിന്റെ കാര്യം. അത് സയന്റിഫിക്കലി ഡിപ്പെൻസ് ക്ലൈമറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് തന്നെയാണ് അത് മിസ് പറഞ്ഞത് ശരിയാണ്. പക്ഷെ നമ്മുടെ ഹിന്ദു മിത്തോളജി പ്രകാരം ബ്ലാക്ക് ഡ്രസ് ഇടുന്നത് അതുകൊണ്ടല്ല. അതായത് നമ്മള് കളർഫുൾ ഡ്രസ്സ്, അതായത് എല്ലാവിധ സുഖങ്ങളും ത്യജിച്ചുകൊണ്ട് വ്രതശുദ്ധിയോട് കൂടിയിട്ട്, അതായത് ഇപ്പൊ ചെരുപ്പിടാൻ പാടില്ല, നോൺ വെജ് കഴിക്കാൻ പാടില്ല, അങ്ങനെ എല്ലാവിധ സുഖ സൗകര്യങ്ങളും ഒഴിവാക്കിക്കൊണ്ട് അയ്യപ്പ ദർശനം നടത്താൻ വേണ്ടിയിട്ട് അപ്പൊ കളർഫുൾ ഡ്രസ്സ് ഒഴിവാക്കിയിട്ട് ബ്ലാക്ക് ഇടുക എന്നുള്ളതാണ്. കാരണം മണ്ഡലമാസത്തിൽ മാത്രമല്ലല്ലോ നമ്മൾ ശബരിമലയ്ക്ക് പോണേ. എല്ലാ 1-ാം തീയതി 10 ദിവസം നട തുറക്കുന്നുണ്ട്. അപ്പൊ അന്ന് പോകുന്നവരും ഉണ്ടല്ലോ. അപ്പോ ഈ ചിലപ്പോ സമ്മർ സീസണിലും ഉണ്ടാവും, എല്ലാ ക്ലൈമറ്റിലും ഉണ്ടാവുമല്ലോ 10 ദിവസം. അപ്പൊ ശരിക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡ്രസ്സ്, ഈ കളറ് ഡ്രസ്സ് യൂസ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള കാര്യത്തെ വെച്ചുകൊണ്ടാണ് ബ്ലാക്ക് അല്ലെങ്കിൽ ഡാർക്ക് ബ്ലൂ യൂസ് ചെയ്യുന്നത്. മെജോറിറ്റിയും ബ്ലാക്ക് ആണ് യൂസ് ചെയ്യുന്നത്. അത് എല്ലാ കളർഫുൾ ഡ്രസ്സ് ഒഴിവാക്കുക എന്നുള്ളതാണ് അതിൽ നിന്നും ശരിക്കും അർത്ഥാക്കണത്. അല്ലാതെ ക്ലൈമറ്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടല്ല. കാരണം നമ്മളിപ്പോ മണ്ഡലമാസത്തില് മാത്രല്ലല്ലോ, അന്ന് മാത്രല്ലേ തണുപ്പുള്ളൂ. അല്ല, എക്സാമ്പിൾ പറഞ്ഞതാ. കാരണം എന്താണെന്നറിയാവോ? ഇത് അല്ല മിസ്സേ, ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ. ഇത് അവിടെയുള്ള ഒരു തിരുമേനിയുടെ അടുത്ത് ഒരാൾ ചോദിക്കാണ് ഒരു ഇന്റർവ്യൂല് എന്തുകൊണ്ടാ കറുപ്പ് മാത്രം ഇടണേന്നുള്ളത്. അപ്പൊ അമൃത ടിവിയിൽ വന്നതാണ്. അപ്പൊ ആ തിരുമേനി പറയുന്നതാണ്, അവിടുത്തെ തന്ത്രി പറയുന്നതാണ്, കറുപ്പ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ഈ കാരണം കൊണ്ടാണ് എന്ന്. അപ്പൊ ഞാൻ ഇതിപ്പോ കുറച്ചു പേര് കേൾക്കുന്നുണ്ടല്ലോ, അപ്പൊ അതിലേക്കായിട്ട് പറഞ്ഞു എന്ന് മാത്രം. ഇത് എന്റെ അറിവല്ല കേട്ടോ. ഓക്കേടാ. ഇല്ലടാ, എനിക്ക് എന്താന്ന് സയൻസിൽ കൂടുതലായിട്ട് വിശ്വസിക്കുന്നത്. അല്ല, സയന്റിഫിക്കലി മിസ് പറഞ്ഞത് ശരിയാണ്. കാരണം കറുപ്പ് ചൂടിനെ ആഗിരണം ചെയ്യൂലോ. അതുകൊണ്ട് ആ ഒരു ബ്ലാക്ക് ഞാൻ പറഞ്ഞതാണ്. ഇപ്പോഴത്തെ ടൈമിൽ നമുക്കായാലും നന്നായിട്ടൊന്ന് ഡ്രസ്സ് ഇട്ടിട്ട് പോകുമ്പോ ബ്ലാക്ക് ആണെങ്കിൽ ഭയങ്കര ഇഷ്ടാവും. ഈ മഞ്ഞ് തണവ് ഭയങ്കര ഇതാണല്ലോ. അപ്പൊ ആ ടൈമില് ഈ ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അതാണ്. അല്ലാതെ ഞാൻ ഒരു എന്താ പറയാ, അല്ല, ഞാൻ പറഞ്ഞത് മിസ് പറഞ്ഞത് തെറ്റാന്നുള്ള തരത്തിൽ, അല്ലെങ്കിൽ മിസ്സിനെ പറഞ്ഞതിനെ ഇൻസൾട്ട് ചെയ്തുകൊണ്ട് സംസാരിച്ചതല്ല. ടേക്ക് ഇറ്റ് ആസ് എ പോസിറ്റീവ് സെൻസ്. ഞാൻ പറഞ്ഞത് സയന്റിഫിക്കലി അല്ലാത്ത കാര്യമാണ് പറഞ്ഞത്. സയന്റിഫിക്കലി അങ്ങനെ പറയണത് ഞാൻ ഓക്കെ. ഞാനും അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇത് ആ തന്ത്രി പറഞ്ഞോണ്ട് ഞാൻ പറഞ്ഞതാ. കാര്യങ്ങള് ഞാനിവിടെ നമ്മുടെ നാട്ടിലെ കാര്യം എക്സാമ്പിൾ പറഞ്ഞാണ്. പുറത്തൊക്കെ രാജ്യങ്ങളിലാണെങ്കിൽ അവിടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇന്ന ഡ്രസ്സുകൾ, ഇത്ര ജാക്കറ്റ്, ഇതേപോലെ വിയർ ചെയ്യണം, ഷൂ ഇന്നത് വേണം, ഈ ക്ലൈമറ്റിൽ ഇന്ന ഷൂ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് റൂൾസ് ഒക്കെ കൊടുക്കാറുണ്ട്. പുറം രാജ്യത്തുള്ള കുട്ടികളെ ഈ ടൈമുകളിൽ ക്ലൈമറ്റിന്റെ സമയത്ത് ക്ലൈമറ്റ് ചേഞ്ചസ് അനുസരിച്ച് അവിടെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അത് പുറത്തുനിന്നൊക്കെ പറയുമ്പോൾ മഞ്ഞിന്റെ ഒക്കെ സീസൺ വരുമല്ലോ, വിന്റർ സീസണിൽ അവർ പറയും ഇത്ര ഡ്രസ്സ് കുട്ടികളെ വിയർ ചെയ്യിപ്പിക്കണം, ഇന്നതാണ് കോസ്റ്റ്യൂം. അപ്പൊ അതൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണല്ലോ അത് ജസ്റ്റ് പറഞ്ഞത്. ഓക്കെ, ഇനി ആരാണ് പറയണത്? നെക്സ്റ്റ് പോയിന്റ് ആർക്കാ തന്നത്? അറിയില്ലേ? ഹ്യൂമർ കൊടുത്തത് ആർക്കാന്ന് അറിയില്ല. ഫിയർ എനിക്കാണ് മാം. ഞാൻ പറയണോ? ഹ്യൂമർ എനിക്കല്ല മിസ്. മിസ്, ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ഇംഗ്ലീഷിൽ ഒരു നോട്ട് എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ മലയാളത്തിൽ എനിക്കറിയാവുന്നത് പറഞ്ഞാൽ മതി. Humor. Humor is the tendency of experience to provoke, laughter, and provide amusement.
The term derived from the humoral medicine of the ancient Greeks, which taught that the balance of fluids in the human body, known as humors, controlled human health and emotion. People of all ages and cultures respond to humor. Most people are able to experience humor, be amused, smile or laugh at something funny, and thus are considered to have sense of humor. The hypothetical person lacking a sense of humor would likely find the behavior to be inexplicable, strange, or even irrational. Though ultimately decided by subjective personal taste, the extent to which a person finds something humorous depends on a host of variables, including geographical location, culture, maturity, level of education, intelligence, and context. For example, young children may favor slapstick such as Punch and Judy puppet shows, or cartoons such as Tom and Jerry or Looney Tunes, whose physical nature makes it accessible to them. By contrast, more sophisticated forms of humor, such as satire, require an understanding of its social meaning and context, and thus tend to appeal to a more mature audience. The use of humor plays an important role in the youth development. Studies have shown that humor is especially important in social interactions with peers. School entry is the time when the importance of parents fades into the background and social interaction with peers become increasingly important. Conflict is inherent in their interactions. The use of humor plays an important role in conflict resolution and ultimately in school success and psychological adjustment. The use of self-disparaging humor leads to an exacerbation of the negative effects on the students' psychological adjustment to school. ഹ്യൂമർ എന്ന് വെച്ചാൽ മിസ്സേ നർമ്മം. നർമ്മത്തിന് ശരിക്കും പറഞ്ഞാൽ പ്രായമില്ല എന്ന് പറയാം. ചെറിയ കുട്ടികൾക്കും മുതിർന്നവരും അത് ആസ്വദിക്കും നർമ്മത്തെ. അതുപോലെ നമ്മളെ മൈൻഡ് സെറ്റ് ശരിയാക്കാനായിട്ട് ഇപ്പോൾ നമ്മൾ ടെൻഷനൊക്കെ അടിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു ഹ്യൂമർ കേട്ട് കഴിഞ്ഞ് നമ്മളതിനെ അതിലെ ടെൻഷനൊക്കെ നമ്മളെ മാറാൻ സാധിക്കും. അതുപോലെ കുട്ടികളുടെ പ്രായത്തിൽ നർമ്മം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കാർട്ടൂണുകൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അവർ കണ്ടു കഴിഞ്ഞാൽ അവർ അത് നന്നായിരുന്നു ആസ്വദിക്കുന്നതാണ്, ചിലപ്പോൾ ചിരിക്കുന്നതാണ് അതൊക്കെ കണ്ടിട്ട്. ഇപ്പോൾ ടോം ആൻഡ് ജെറി എന്നൊക്കെ പറയുന്നത് അതുപോലത്തെ ഒരു നർമ്മം അടങ്ങിയ കാർട്ടൂണൊക്കെ ആയിട്ട് തോന്നിയിട്ടുണ്ട്. അതുപോലെ എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റുന്ന നമ്മുടെ മൈൻഡ് റിലാക്സ് ആക്കാൻ പറ്റുന്നതാണ് ഹ്യൂമർ, നർമ്മം. അത്രേ ഉള്ളൂ. ഇത്രേ ഉള്ളോ? ഓക്കെ, വേറെ ആരെങ്കിലും പറയുന്നുണ്ടോ തമാശനെ കുറിച്ച്? അറിയില്ല? അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും പറയാനുള്ള തമാശനെ കുറിച്ച്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് TV ഷോയൊക്കെ. മഴവിൽ മനോരമയിലെ ഷോ ഉണ്ട്, കുട്ടികൾ എന്താണ് ചിരിപ്പിക്കാന്നാ, ചിരിയോ ചിരിന്നാ, ബമ്പർ ചിരിയാണ്. അതിൽ രണ്ടാം പിള്ളേര് എപ്പോഴും വരും. എനിക്ക് അവരുടെ പ്രോഗ്രാം ഭയങ്കര ഇഷ്ടമാണ്. കാരണം രണ്ടുപേര് അപ്പൊ അവര് എന്ത് രസമായിട്ടാണ് നമ്മളെ ചിരിപ്പിക്കുന്നത്. ചെറിയ പ്രായത്തില് ചിരിപ്പിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു പ്രത്യേക കഴിവാണ്. അവർക്ക് ആ കഴിവുണ്ട്. നമുക്കൊക്കെ പറ്റും ഒരാളെ ചിരിപ്പിക്കാനായിട്ട്. എത്ര വിഷമത്തോടെ ഒരാളെ നമുക്ക് പോയി ചിരിപ്പിക്കാൻ പറ്റൂല. അങ്ങനെ ചിരിപ്പിക്കുന്ന ആൾക്കാർ നമുക്ക് ഭയങ്കര എന്താ പറയാ, ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അവർ പറയണതൊക്കെ ഭയങ്കര തമാശയും നമുക്കതൊരു ഫീൽ ചെയ്യും. അവര് തമാശ രീതിയിലായിരിക്കും കാര്യങ്ങളൊക്കെ പറയണത്, എന്നാലും ചിരിപ്പിക്കുക, മറ്റൊരാളെ ചിരിപ്പിക്കുക, സന്തോഷിപ്പിക്കുക. കുറച്ച് നിമിഷങ്ങൾക്ക് ആണെങ്കിൽ പോലും അവരുടെ മുഖത്ത് ആ ഒരു ചിരി കൊണ്ടുവരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, അതൊരു മാജിക് ആണ്. അപ്പൊ അത്രയും നല്ല രീതിയിൽ അത് പെർഫോം ചെയ്യാണ്. നമ്മൾ തമാശ പറയാനായിട്ട് ഞാനൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ TV-യിൽ ചെറിയ തമാശ കണ്ടാൽ പോലും ഞാനിത് ചിരിക്കും. അത് എവിടെയാണെന്നോ സന്ദർഭം ഒന്നും നോക്കില്ല, ചിരിച്ചു കഴിയുമ്പോഴാണ് ബാക്കി എല്ലാവർക്കും അത്രയും അങ്ങനെ ക്ലിക്കായി എന്ന് തോന്നുന്നു. ഞാൻ ചിരി വന്നിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, തമാശയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ഓവറായിട്ടൊക്കെ ചിരിക്കും. കൺട്രോൾ ഒന്നും ചെയ്യൂല, ഭയങ്കരമായിട്ടൊക്കെ ചിരിക്കും. പിന്നെന്താ, നമ്മള് ഹ്യൂമറും തമാശയൊക്കെ ഓക്കെയാണ്. നമ്മളെപ്പോഴും ഓരോരുത്തരോട് സംസാരിക്കുന്നത് നല്ല പ്ലസന്റ് ആയിട്ട് ചിരിച്ചുകൊണ്ട് സംസാരിക്കാൻ നോക്കണോണ്ടാണ്. കാരണം നമ്മൾ ചിരിക്കൊരു പ്രത്യേകതയുണ്ട്. നമ്മള് ഇപ്പൊ ഏതൊരു സാഹചര്യം ആണെങ്കിൽ പോലും ഒരു സ്മൈൽ കൊണ്ട് നമുക്കത് നേരിടാൻ പറ്റും. അപ്പോ തമാശ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യം അല്ലേ.
എനിക്ക് പിന്നെ ആ കുറെ പഴയ സിനിമയിലൊക്കെ ഉള്ള തമാശകളുണ്ടല്ലോ, പഴയ ഇതൊക്കെ. ഇപ്പോഴത്തെ അല്ല, ഇപ്പോഴത്തെ എനിക്ക് അത്ര ഒറ്റ പ്രാവശ്യം കണ്ടു കഴിഞ്ഞാല് ആ തമാശ അവിടെ വെച്ച് തീർന്നു. പിന്നെ വേറെ അങ്ങനെ ചിരിക്കാൻ തോന്നാറില്ല. പക്ഷെ പഴയ സിനിമകളൊക്കെ ഉണ്ടല്ലോ, അതിലേക്ക് തമാശകൾ ഇപ്പൊ കേട്ടാ പോലും ഞാനിത് ചിരിക്കൂട്ടാ. ഓട്ടോമാറ്റിക്കലി എനിക്കോരും അങ്ങനെ ഇരിക്കണം. ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റൂല തമാശ അല്ലെങ്കിൽ ചിരി വന്നിട്ട് ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യാൻ ഇങ്ങനെ ഇരുന്ന് ചിരിക്കും. അപ്പം നിനക്ക് എന്ത് പറ്റി, അത് നീ എത്ര വട്ടം കണ്ട സിനിമയാ എന്നിട്ടാണ് ഇപ്പൊ ഇരുന്ന് ചിരിക്കണ? എനിക്ക് ചിരിക്കാൻ തോന്നി, എനിക്ക് തമാശ കണ്ടു ഞാൻ ചിരിക്കണു, അത്രേ ഉള്ളൂ. അപ്പൊ എന്താണ്, അതേപോലെ ആരെങ്കിലും ഉണ്ടോ നമ്മുടെ കൂട്ടത്തില്? ഈ പുറപ്പെട്ടുള്ള സിനിമ ഞാനുണ്ട് മാം. സിനിമയൊക്കെ കാണുമ്പോ ഭയങ്കരമായിട്ട് ചിരിക്കും. പിന്നെയാണ് അതൊരു തിയേറ്റർ ആണല്ലോ എന്നൊക്കെ ഓർക്കുന്നത്. ഓക്കെ, നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മള് എന്താ പറയണ, ആ ഒരു കാര്യം മാത്രമായിട്ട് ഉണ്ടാവുള്ളൂ, ആ തമാശ മാത്രമേ ഉണ്ടാവുള്ളൂ, ബാക്കി മൈൻഡിൽ വേറെ ഒന്നുമില്ല. അങ്ങനെ എൻജോയ് ചെയ്യാനായിട്ട് പറ്റണം. പിന്നെ ഇനി വന്ന ഫിയർ, ഞാൻ ഫിയർ ഒന്ന് തുടക്കം വയ്ക്കാം. മായയാണല്ല ഫിയർ. എനിക്ക് ഏറ്റവും വലിയ ഭയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നറിയാം, ഹൈറ്റ് ഭയങ്കര പേടിയാണ് എനിക്ക്. എനിക്ക് ഭയങ്കര പേടി വെച്ചാൽ ചെറുപ്പം മുതലേ ഹൈറ്റ്, സ്റ്റെപ്പ് കയറണം ഒക്കെ പേടിയാക്കാം. അതേപോലെ തന്നെ ബീച്ചില് തിരമാല, അതും പേടിയാണ്. ബീച്ചിൽ പോവുകയാണെങ്കിൽ തന്നെ ഒരുപാട് ദൂരെയാണ് നിൽക്കുക, കാരണം പേടിയാണ് എനിക്ക്. അപ്പൊ ഞാൻ കുറച്ച് നമ്മുടെ ഈ കോഴ്സ് ഒക്കെ തുടങ്ങി ഞാൻ പഠിച്ച സമയത്തൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോ, ഡിഗ്രി ഒക്കെ കഴിഞ്ഞു PG ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്താ പറയാ, പേടിയുണ്ട്, നല്ല പേടിയുണ്ട്. ഹൈറ്റ് ഒക്കെ എനിക്ക് ഭയങ്കര പേടിയാണല്ലേ. സ്റ്റെപ്പ് കയറി കാണാൻ മുകളിൽ പോകാനായിട്ട്. അപ്പൊ അങ്ങനെ കയറി ശീലിച്ച് ഞാൻ എന്റെ പേടി കുറച്ച് പൂർണ്ണമായിട്ടും, ഹൈറ്റിനോടുള്ള പേടി കുറച്ച് പൂർണ്ണമായിട്ടും ഒഴിവാക്കി. ഇപ്പൊ എനിക്ക് മലയൊക്കെ അത്യാവശ്യം നല്ല സ്പീഡിലൊക്കെ മലയൊക്കെ കയറാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഹൈറ്റിനുള്ള പേടി മാറ്റി. ഈ ബീച്ചിനോടുള്ള പേടി ഈ കുറച്ച് നാൾക്ക് മുമ്പ് എന്റെ മോള് ഒരു 3 വയസ്സൊക്കെ ആയ സമയത്ത് അവള് ഓടിപ്പോവാ ബീച്ചിന്റെ അടുത്തേക്ക്. എനിക്കാണെങ്കിൽ പിടിക്കാനും പറ്റുന്നില്ല. അവളെയും കൊണ്ട് ബീച്ചിൽ പോകാൻ പറ്റില്ല, കാരണം എന്താണ്, ഭയങ്കര ഇഷ്ടമാണ്. അവളുടെ കൂടെ കൂടി ആ ഒരു പേടി ഇപ്പൊ എനിക്ക് കുറവാണ്. പക്ഷെ മനസ്സിലുണ്ട്. കുറെ നേരം ഞാൻ ആ തിരക്ക് ഇങ്ങനെ നോക്കിക്കുമ്പോ എനിക്ക് ഭയങ്കര പേടിയാണ്. എനിക്കതോ പേടി, മനസ്സിലാ ഒരു പേടി ഫുള്ള് ഇങ്ങനെ ബ്ലറായിട്ട് പോണ പോലെയൊക്കെ തോന്നും. ഭയങ്കര പേടിയാണ്. അപ്പം എല്ലാവർക്കും ഉണ്ടാവും ഈ ഭയവും ഫിയർ എന്ന് പറയുന്നത്. അത് നമ്മളെങ്ങനെ ഓവർകം ചെയ്യണം. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, അങ്ങനെ എനിക്ക് പേടി തോന്നി. പിന്നെ ഞാൻ കുട്ടിയുടെ മോളെ കെയർ ചെയ്യണമല്ലോ, നമ്മൾ അവരുടെ ഒപ്പം തന്നെ നിൽക്കണം. കാരണം അവൾക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ അവളെ അത് പെർമിറ്റ് ചെയ്യണം. അല്ലാണ്ട് വാശി പിടിച്ചിട്ട് പോവണ്ട എന്ന് പറയാൻ പാടില്ലല്ലോ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, എനിക്ക് ആ പേടിയുണ്ട്. ഞാൻ കുറച്ച് ആ പേടി എന്ത് ചെയ്തു, മാറ്റി ഇപ്പൊ എനിക്ക് പേടിയൊന്നുമില്ല. ഞാനിപ്പോ അവളെയും കൊണ്ട് ബീച്ചിൽ പോകും. അവിടെ ഒപ്പം അവള് എന്തോരം ദൂരത്തേക്കാണ് നമുക്ക് പോകാൻ കംഫർട്ടബിൾ ആയിട്ടെന്ന് എനിക്ക് തോന്നണം, അത്രയും ദൂരം വരെ ഞാനും അവളുടെ ഒപ്പം തന്നെ നിൽക്കും. ഇപ്പൊ അങ്ങനെ കുറച്ച് പേടികളൊക്കെ ഞാൻ എന്റെ ജീവിതത്തിൽ എന്ത് ചെയ്തു, മാറ്റിയിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും, നമുക്ക് ഓരോന്ന് പേടി. ഞാൻ മുമ്പ് വേറെ ബാച്ചുകളിലൊക്കെ ഈ ഒരു പോർഷൻ എടുക്കുമ്പോ എന്താ പറയാ, ഭയങ്കര വിചിത്രമായ പേടികളൊക്കെ ഉണ്ട് ഓരോ കുട്ടികൾ പറയണേട്ടോ. അപ്പൊ നിങ്ങൾക്ക് മായ പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ എന്താ പറയാ എന്തെങ്കിലും ഇതേപോലത്തെ എന്തെങ്കിലും പേടികൾ, എന്താ പറയാ വിചിത്രമായിട്ടുള്ള എന്തെങ്കിലും പേടികൾ ഉണ്ടെങ്കിൽ അത് പറയാട്ടോ. മായ പറഞ്ഞോട്ടേടാ. പറഞ്ഞോ. മിസ് സത്യം പറഞ്ഞ കഴിഞ്ഞ ദിവസം ഫിയർ എന്ന് വന്നപ്പോ ഞാൻ ഓർത്തു, ഇത് ഇത്ര വലിയ കാര്യമാണോന്നൊക്കെ ഓർത്തു. മിസ്സിന് ഒരു ചെറിയൊരു പോർഷൻ, ഇത് ഇത്ര വലിയ കാര്യം, പേടിയെ കുറിച്ച് ഇപ്പൊ എന്താ പറയാനുള്ളതെന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ അതിനെക്കുറിച്ച് സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ്, ഞാനിപ്പോ എന്റെ ബുക്കിൽ ഒരു 10 പേജോളം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്നും ഞാൻ വായിക്കുന്നില്ല, പക്ഷെ ആരും പഠിപ്പിക്കുന്നില്ല. എങ്കിലും മെയിൻ പോയിന്റ്സ് ഒക്കെ, കുറച്ച് പോയിന്റ്സ് ഒക്കെ ഞാൻ വായിക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞിട്ട് അത് മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ പറയാൻ ശ്രമിക്കാം പേടി എന്താന്ന്. ഓക്കെ, ഞാനിപ്പോ എഴുതി വെച്ച ചെറിയൊരു ഡെഫിനേഷൻ ആണ്. Fear is a natural human emotion that triggers response to perceived threat or danger. It can be overwhelming, causing physical symptoms like racing heart, sweating, trembling, etc. ഇനി അതിനകത്ത് ഞാൻ എഴുതി വെച്ചേക്കുന്ന ടൈപ്പ് ഓഫ് ഫിയർ 2-3 ഉണ്ട് കേട്ടോ. ടൈപ്പ് എന്ന് പറയുന്നത് റാഷണൽ ഫിയർ ഓഫ് ഹൈറ്റ്, മിസ്സിന്റെ പേടിയാണേ. ഇറാഷണൽ ഫിയർ ഓഫ് സ്പൈഡേഴ്സ്, ചിലന്തിയോടുള്ള പേടി. സോഷ്യൽ ഫിയർ ഓഫ് പബ്ലിക് സ്പീക്കിംഗ്, പബ്ലിക്കിനോടുള്ള പേടി. അങ്ങനെ 2-3 ഞാൻ എഴുതി വെച്ച അതിന്റെ കുറെ എക്സാമ്പിൾ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഓവർകമ്മിങ് ഫിയർ, എങ്ങനെ ഓവർകമ്മിങ് ചെയ്യാം എന്നുള്ളത് എഴുതി വെച്ചിട്ടുണ്ട്. അത് ഞാൻ ബാക്കി ഇംഗ്ലീഷ് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഇത് ലാസ്റ്റ് എങ്ങനെ ഓവർകമ്മിങ് ചെയ്യാന്ന് അന്നേരം വായിക്കാം. ഓക്കെ, പിന്നെ എനിക്ക് ഭയങ്കര ഇത് തോന്നിയ ഒരു കാര്യം, ഇമോഷൻസിനെ കുറിച്ച് ഇങ്ങനെ നോക്കിയപ്പം അത് നമ്മുടെ ഓരോ ബോഡി പാർട്ടിനെ അത് അഫക്ട് ചെയ്യുന്നുണ്ട്. ഈ ആങ്കറും സാഡ്നസ്, ഫിയർ. അപ്പൊ അതില് ഫിയർ കിഡ്നിയെയാണ് ബാധിക്കുന്നത് ഞാൻ കണ്ടു കേട്ടോ. അതുകൊണ്ട് ആരും ഒത്തിരി
പേടിപ്പെട്ട് കിഡ്നി ഒന്നും അടിച്ചു കളയരുത്. ഓക്കെ, ഇനി നമ്മൾ ഫിയറിലേക്ക് വരാം. ഫിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഫിയർ ഈസ് എ ഗുഡ് ഫീലിംഗ് ആൻഡ് ഈസ് എസെൻഷ്യൽ ഇൻ അവർ ലൈഫ്. എല്ലാവരും ഓർക്കും ഇതൊരു ഗുഡ് ഫീലിംഗ് ആണോ എന്നൊരു സംശയം തോന്നിയേക്കാം. ശരിക്കും ചെറിയ ചെറിയ പേടികളൊക്കെ നല്ലതാണ്. ഇപ്പൊ നമുക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ ഒരു എക്സാം വരുവാണ്, അപ്പൊ നന്നായിട്ട് പഠിച്ചില്ലെങ്കിൽ നമ്മൾ ജയിക്കില്ല, ആ ഒരു ചെറിയ പേടി. പിന്നെ അതുപോലെ നമ്മളിപ്പം ചെറുതായിരിക്കും പറയില്ലേ, വിളക്കൊക്കെ കത്തിച്ചു വെച്ചേക്കുന്നു, അതിൽ പോയി തൊടാൻ പാടില്ല, അങ്ങനെ നമ്മൾ കുട്ടികളോടൊക്കെ പറയാറുണ്ട്. ഇപ്പം നമുക്കൊരു പുഴയോ നദിയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോയി എത്തി നോക്കുവോ, അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് വീഴും, അങ്ങനെയുള്ള പേടി. അങ്ങനത്തെ നമ്മുടെ ലൈഫിൽ അങ്ങനത്തെ ചെറിയ ചെറിയ പേടികളൊക്കെ നല്ലതാണ്. എന്നാൽ അത് നമ്മൾ എന്താ പറയാ, ഒരു പരിധി കഴിഞ്ഞ് അത് നമ്മൾ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ, ഞാനത് വായിക്കാതെ, ദെയർ ഈസ് ഗുഡ് ഫീലിംഗ് ആൻഡ് എസെൻഷ്യൽ ഇൻ ലൈഫ് ബട്ട് ഇറ്റ് വിൽ സേവ് us ഫ്രം മെനി ഡേഞ്ചർ. പല അപകടത്തിൽ നിന്ന് അത് നമ്മളെ രക്ഷിക്കും. ബട്ട് ഇഫ് ഇറ്റ് ഡോണ്ട് കൺട്രോൾ ഇറ്റ് വിൽ കൺട്രോൾ us. നമ്മളത് അതിനെ നമ്മൾ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ അത് നമ്മളെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങും. സോ വിൽ മിസ് അവർ ഓപ്പർച്യൂണിറ്റീസ്. നമ്മുടെ അവസരങ്ങളെ അത് നഷ്ടപ്പെടുത്തും. ഇറ്റ് വിൽ ബ്ലോക്ക് അവർ പ്രോഗ്രസ് ഇൻ അവർ ലൈഫ്. നമ്മുടെ ജീവിത വിജയത്തിനെ അത് ബ്ലോക്ക് ചെയ്യും. ഓഫൻ ദീസ് ഫിയേഴ്സ് എക്സിസ്റ്റ് ഇൻ അവർ മൈൻഡ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ തിങ്സ് ദാറ്റ് വി ആർ അഫ്രൈഡ് ഓഫ് വിൽ നോട്ട് ആക്ച്വലി ഹാപ്പൻ. ഇത് നമ്മുടെ മനസ്സിൽ മാത്രം വരുന്ന ഒരു കാര്യമാണ്. ശരിക്കും അങ്ങനെ സംഭവിക്കില്ല. അയ്യോ അങ്ങനെ ചെയ്താൽ അങ്ങനെ വരുമോ എന്നൊക്കെ ഓർത്ത് നമ്മളിരിക്കും. ഫിയർ ഈസ് എ ബിഗ് ഇഷ്യൂ. അതൊരു വലിയ പ്രോബ്ലം ആണ് മെനി പീപ്പിൾ ഫേസിങ് ടുഡേ. അപ്പോൾ ഒത്തിരി ആൾക്കാർ ഫേസ് ചെയ്യുന്ന വലിയൊരു പ്രശ്നമാണ് ഫിയർ എന്ന് പറയുന്നത്. ഇത് പല തരത്തിലുണ്ട്. ഫിയർ ഓഫ് ഫേസിങ് ആൻഡ് ടോക്കിംഗ് ടു പീപ്പിൾ, അതായത് മറ്റുള്ള ആൾക്കാരോട് സംസാരിക്കാനുള്ള പേടി, അവരെ ഫേസ് ചെയ്യുന്നത് എങ്ങനെയാ, അങ്ങനെയുള്ള ഒരു പേടി. റിയാക്ടിങ് ടു അഡ്ജസ്റ്റ് തിങ്സ്, അതായത് ഇപ്പൊ ഒരു ന്യായമല്ലാത്തൊരു കാര്യം നമ്മൾ കാണും, അപ്പൊ നമുക്കറിയാം അതല്ലെന്ന്, പക്ഷെ ഞാനിങ്ങനെ പ്രതികരിച്ചാൽ അത് മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ച് നമ്മളത് ചെയ്യില്ല. ഫിയർ ഓഫ് ഗെറ്റിംഗ് ഇൻ സംതിങ്, അതുപോലെ ഫിയർ ഓഫ് സൊസൈറ്റി. നമ്മളിപ്പോ മറ്റുള്ള എന്താ പറയാ സൊസൈറ്റിയെ പേടിക്കുക, നമ്മൾ അതുകൊണ്ട് ഒരു കാര്യത്തിൽ നമ്മൾ ഇറങ്ങത്തില്ല, അല്ലെങ്കിൽ പല വസ്തുക്കളെ പേടിക്കുക. ഫിയർ ഓഫ് റിലേറ്റഡ് ടു മെനി ഒബ്ജക്ട്, എല്ലാത്തിനും പേടിയാ. അപ്പൊ എന്താണ്, അങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ട്, എല്ലാം കുറെ ഫോബിയ, സെനോഫോബിയ, അങ്ങനെ നമ്മൾ കുറെ ഫോബിയയെ കുറിച്ച് നമ്മൾ PSC ഒക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്തിട്ടുള്ളവർക്കറിയാം കുറെ ഫോബിയാസ് ഉണ്ട്. പിന്നെ അതിനിപ്പം നമ്മൾ പറയുകയാണെങ്കിൽ, നമ്മൾ ചെറിയ കുട്ടികൾ, വാട്ട് വാസ് ദ സിറ്റുവേഷൻ വി വെയർ ഇൻ ചിൽഡ്രൻ. നമ്മൾ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ നമുക്ക് ഒന്നിനെ കുറിച്ചും പേടിയില്ല. നമ്മൾ എന്ത് കാര്യം അമർത്തി പോയി കയറണോ, നമ്മൾ പോയി കയറും, അവിടെ പോയി ചാടണോ, നമ്മൾ എന്തിനാ റെഡിയാണ്. എന്ത് അപകടം പിടിച്ച കാര്യങ്ങളാണെങ്കിൽ പോലും നമുക്ക് ചെറിയ കുട്ടികളായിരിക്കും നമുക്ക് ഒരു പേടിയില്ല. അതെന്തുകൊണ്ടാണ്? വി ആർ നോട്ട് അഫ്രൈഡ് ടു ഡു എനിത്തിങ് നോ മാറ്റർ ഹൗ ഡേഞ്ചർ വാസ് റൈറ്റ്. അപ്പോൾ എന്ത് അപകടം പിടിച്ചാണെങ്കിലും നമുക്ക് ചെയ്യാൻ പേടിയില്ല. അതെന്തുകൊണ്ടാണ്? ദാറ്റ്സ് ദ റീസൺ നമ്മൾ അതിനെക്കുറിച്ച് ഓവർ തിങ്ക് ചെയ്യത്തില്ല. കുഞ്ഞു പ്രായത്തിൽ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ നമ്മുടെ കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ആയിട്ടില്ല. അപ്പം നമ്മൾ വളർന്നു വരുമ്പം നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കും. ബട്ട് വി ഗ്രൂ ആപ്പ് ഓൾ കൈൻഡ് ഓഫ് ഫിയർ ഗോ ടു അവർ മൈൻഡ്. നമ്മൾ വളർന്നു വരുമ്പോൾ പലതരത്തിലുള്ള പേടികൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നുകൊള്ളും. ബിക്കോസ് വി സ്റ്റാർട്ടഡ് തിങ്കിങ് അബൌട്ട് ഇഫ് മോർ ദാൻ നെസറി. ആവശ്യത്തിൽ കൂടുതലുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊള്ളും. പിന്നെ കുറച്ച് ടൈമും കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ചിന്തിച്ചു പോകുന്നതിന് ഒരു പരിധി കാണൂല. Fear in people are mainly about two things. First, fear of judgment. നമ്മളിപ്പം ഒരു കാര്യത്തെ, ഇപ്പൊ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ന്യായമല്ലാത്ത ഒരു കാര്യത്തെ കുറിച്ച് നമ്മളൊരു കാര്യം അങ്ങ് പ്രസന്റ് ചെയ്യാൻ നമുക്ക് ഭയങ്കര പേടിയാ. അതങ്ങനെ ഞാൻ പറഞ്ഞ ശരിയാവും, ഒരു മൂത്ത ആളല്ലേ, നമ്മൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് വിചാരിക്കും, അങ്ങനെയൊക്കെ ഓരോ പേര്. That is why we hesitate to get to something. We are afraid to take any decision, even if it is something that will benefit our life positively. നമ്മുടെ ലൈഫിന് പോസിറ്റിവിറ്റി വരേണ്ട ഒരു കാര്യമാണെങ്കിൽ പോലും നമ്മൾ നമ്മളങ്ങനെ പറഞ്ഞാൽ അവരത് ഏത് രീതിയിൽ എടുക്കുമെന്ന് അറിയില്ല, അത് വേണ്ട ഇട്ടേക്കാം അങ്ങനെ പറഞ്ഞിട്ട് നമ്മളത് വേണ്ട വെക്കും. afraid to frame our stand. അങ്ങനെ പേടിച്ച് നമ്മളൊരു സ്റ്റാൻഡിൽ തന്നെ നിൽക്കും. സെക്കൻഡ് ആസ് ഫിയർ ഓഫ് ഫ്യൂച്ചർ. അതായത് വിൽ ബി സക്സസ്ഫുൾ, ഐ ഡു ദാറ്റ്. ഞാനത് ചെയ്താൽ ഞാൻ സക്സസ് ആകുമോ, അതുകൊണ്ട് ചെയ്യണോ, അങ്ങനെ ഒരു കൺഫ്യൂഷനിൽ നിൽക്കും. വിൽ ഐ ഗെറ്റ് ഫെയിൽ, ഞാൻ പരാജയപ്പെടുമോ. ഇപ്പൊ ഞാൻ ഇത് പറയുമ്പോൾ ഞാൻ ഓർക്കുവാണ്, നമ്മുടെ ഏതോ ഒരു ക്ലാസ്സിൽ മിസ്സിനോട് തന്നെ ഏതോ ഒരു കുട്ടി ചോദിച്ചു,
മിസ്സേ ഈ നമ്മുടെ മോണ്ടിസോറി ക്ലാസ്സില് വൺ ടൈം പാസ് ആയില്ലെങ്കിൽ നമുക്ക് ഒരു സെക്കൻഡ് ചാൻസ് കിട്ടുമോ? അടുത്ത ബാച്ചിന്റെ കൂടെ നമുക്ക് എഴുതാൻ പറ്റുമോ? അങ്ങനെ ചോദിക്കുന്ന ഒരു കേട്ടിരുന്നു ഞാൻ. അപ്പൊ നമ്മളൊന്നും എത്തുന്നേ ഉള്ളൂ. അപ്പൊ ആ എന്താ പറയാ, എക്സാമിനെ കുറിച്ചൊരു ഫിയറാ. ഈ അഥവാ കിട്ടിയില്ലെങ്കിൽ അടുത്ത ബാച്ചിന്റെ കൂടെ ഇരുത്തുവോ എന്നങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. അപ്പൊ ഇത് പെട്ടെന്ന് പറഞ്ഞു വന്നപ്പോ എന്റെ മനസ്സിലേക്ക് വന്നു അത്. സോ വാട്ട് ഈസ് ദ പ്രോബ്ലം? So we do not even start anything because of fear of failure. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? യോ പരാജയപ്പെടുമെന്ന് പേടിച്ചിട്ട് നമ്മൾ അതിലേക്ക് ഒന്നും ഇറങ്ങിത്തിരിക്കത്തില്ല. വൺ ഇമ്പോർട്ടൻറ്റ് തിങ് ദാറ്റ് വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഹിയർ ഈസ് ദിസ് ഫിയർ ഈസ് സംതിങ് ദാറ്റ് അവർ മൈൻഡ് ക്രിയേറ്റ്. ഈ ഫിയർ എന്ന് പറയുന്ന സംഭവം ശരിക്കും എന്താണെന്നറിയോ? നമ്മുടെ മനസ്സ് ക്രിയേറ്റ് ചെയ്യുന്ന, നമ്മുടെ മനസ്സിൽ നമ്മൾ ഉണ്ടാക്കുന്ന കുറെ ചിന്തകൾ ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് അതിങ്ങനെ എന്താ പറയാ വളർന്ന് പന്തലിച്ച് വരുന്നതാണ് ഈ ഫിയർ എന്ന് പറയുന്നത്. വി വിൽ സീ ദ എൻഡ് റിസൾട്ട് ഇൻ മൈൻഡ് ഈവൻ ഇഫ് ബിഫോർ വി സ്റ്റാർട്ട്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അതിന്റെ എൻഡ് റിസൾട്ടിലേക്ക് എത്തും. ഇങ്ങനെ ചെയ്താൽ അങ്ങനെ സംഭവിക്കും. അത് നമ്മുടെ ഒരു മനസ്സിന്റെ ഒരു ചിന്ത മാത്രമാണ്. ബേസ് ഓഫ് സം പാസ്റ്റ് ഈവൻ. ഇതെങ്ങനെ വരാന്ന് വെച്ചാൽ നമ്മൾ പാസ്റ്റ് സംഭവിച്ച എന്തെങ്കിലും ഈവൻസുമായിട്ട് ബന്ധപ്പെട്ടോ, നമ്മൾ പാസ്റ്റിൽ എക്സ്പീരിയൻസ് ചെയ്തേക്കുന്ന എന്തെങ്കിലുമായിട്ട് ബന്ധപ്പെട്ടോ, ഓർ സമ്മൺ ഒപ്പീനിയൻ, ആരെങ്കിലും പറഞ്ഞ കാര്യം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ അങ്ങോട്ട് ഇങ്ങനെ ആയിരിക്കും എന്നങ്ങ് കൺഫേം ചെയ്യും. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് അവർ ഓൺ തോട്ട് ദാറ്റ് ക്രിയേറ്റ് ദിസ് ഫിയർ വിത്ത് us. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പം നമ്മുടെ അങ്ങനെ ഒരു ചിന്തയാണെങ്കിൽ ഞാൻ അതിനൊരു എക്സാമ്പിൾ പറയാം. വി ഹാവ് എ വെഹിക്കിൾ. നമുക്കൊരു കാർ ഉണ്ട്. പക്ഷെ നമ്മൾ വാട്ട് ഇഫ് വി ഡോണ്ട് ഡ്രൈവ് ഇറ്റ് ബിക്കോസ് വി ആർ അഫ്രൈഡ് ഓഫ് ആക്സിഡന്റ്. ഇപ്പൊ നമുക്ക് കാറൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഞാൻ ഡ്രൈവ് ചെയ്ത എന്തായാലും അപകടം വരും, കൊണ്ട് ഞാൻ ഓടിക്കേണ്ടതാണ്, ഇങ്ങനെ തീരുമാനിക്കുന്നു. അപ്പൊ ഇഫ് വിൽ സേഫ് ഫ്രം ആക്സിഡന്റ്. ശരിയാ, നമ്മൾ കാരണം ഒരു വണ്ടി ഓടിച്ച ഒരു ആക്സിഡന്റ് വഴി തരാം. കാരണം എന്താ? നമ്മൾ ഡ്രൈവ് ചെയ്യില്ല. എന്നാല് ബട്ട് ദ റീസൺ വൈ ബോട്ട് ദാറ്റ് വെഹിക്കിൾ വിൽ ഓൾസോ നോട്ട് ബി ഫുൾഫിൽഡ്. നമുക്കൊരു കാർ ഉള്ളത് കൊണ്ട് നമുക്ക് അവിടെ ഒരു പ്രയോജനം കിട്ടിയോ? ആ കാർ നമ്മൾ എന്തിനാ വാങ്ങിച്ചേ? നമ്മൾ ഉപയോഗിച്ചില്ല. പേടി കാരണം നമ്മൾ ഉപയോഗിച്ചു. നമുക്ക് എവിടെയെങ്കിലും പോകണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ചേട്ടാ, എന്നെ വണ്ടിയുടെ അവിടെ എവിടെയെങ്കിലും കൊണ്ടുവിടുവോ? അല്ലെ ഓരോരുത്തരെ ഡിപ്പെൻഡ്, അല്ലെ ഡ്രൈവർ വിളിക്കും. എന്നാൽ നമുക്കത് സ്വന്തമായിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റിയാൽ നമുക്ക് അതുകൊണ്ടേ നമുക്ക് ആ വാഹനം വാങ്ങിക്കുന്നതുകൊണ്ടുള്ള പ്രയോജനമുള്ളൂ. Fear has very big problem. Think that we have decided to do something and then then backward from it because of the fear. Next step they try to do it. അതായത് നമ്മൾ ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് പേടിയായിരിക്കും. അത് കഴിഞ്ഞ് നമ്മളത് മാറ്റി വെക്കും. പിന്നെയും നമ്മൾ ആ കാര്യം ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് ഇരട്ടി പേടിയായിരിക്കും. We will have more than fear first time. If you are a person who is afraid of making, it is critical decision. നമ്മൾ ചില ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഡിസിഷൻ എടുക്കേണ്ട സമയത്തായിരിക്കും നമ്മൾ ഈ പേടിച്ചിരിക്കുന്നത്. When we go on what without, it will affect our life negatively, but it can conquer it our life. It can be different level. അതായത് ഈ പേടിച്ചിരിക്കാതെ നമ്മൾ ഒരു പ്രാവശ്യം ആ കാര്യം അങ്ങ് ചെയ്യുവാണെങ്കിൽ, അല്ലെങ്കിൽ അതിനെ അങ്ങ് പരാജയപ്പെടുത്തുവാണെങ്കിൽ എന്താണ്? നമ്മുടെ ലൈഫ് പിന്നെ വേറെ ലെവലാ. ഇപ്പോഴത്തെ പൂജന്റെ ഭാഷയിലൊക്കെ പറഞ്ഞ എന്താ, മരണമാസാമോ അങ്ങനെയൊക്കെ പറയാം. From there our life will start to rise. We can need to do in first out, but we are fierce holding out life back. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തിനേക്കാണോ പേടിക്കുന്നത് അതിന്റെ ഒരു ലിസ്റ്റ് എടുക്കുക. എന്നിട്ട് ഓരോന്നായിട്ട് അതിനെതിരായിട്ട്, ഇപ്പൊ നമുക്ക് ചിലപ്പോ ചിലന്തികളെ കണ്ട ചിലർക്ക് പേടിയായിരിക്കും. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ആഴ്ച ഞാൻ 2 മാസം മുന്നേ ഞാൻ അങ്കിളിന്റെ വീട്ടിൽ പോയിരുന്നു. അപ്പൊ അങ്കിളിന്റെ മോള് കുളിക്കാൻ കയറിയിട്ട് ഭയങ്കര ബഹളം. അമ്മേ അയ്യോ ഓടിവായോ എന്നൊക്കെ പറയുന്നു. എന്തിനായിരുന്നു അറിയോ? അവിടെ മുറിയിൽ ഒരു ചെറിയ ബാത്റൂമിൽ ഒരു ചെറിയ ചിലന്തി, ഒരു എട്ടുകാലിയെ കണ്ടിട്ട് അവൾ വിളിച്ചത്. അപ്പം അങ്ങനെ ഒരു എട്ടുകാലിയെ കണ്ട അത് നമ്മളെ ഒന്നും ചെയ്യില്ല. അത് നമ്മളെ പേടിച്ച് ഓടുവാന്ന് പ്രായമായി. ആ കുട്ടിക്ക് സത്യം പറഞ്ഞാൽ 25 വയസ്സുണ്ട്. അപ്പൊ അവൾ എന്ത് ചെയ്യുന്നു? അതിനെ പേടിച്ച് അയ്യോ അമ്മയെ ഓടിവായോ എന്ന് പറയാം. അപ്പൊ അങ്ങനെയുള്ള ഓരോ കാര്യം, അതിനെ ഒരു വടിയെടുത്തടിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം വെച്ച് അടിച്ചു കഴിഞ്ഞാൽ അത് ചത്തുപോകുമല്ലോ. അപ്പൊ അതിനെ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളെ നമ്മൾ അതിലേക്ക് അങ്ങ് ഇറങ്ങുക, അത് പേടിക്കാതിരിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ബെനഫിറ്റ് എന്ന് പറഞ്ഞാല് നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ഇൻക്രീസ് ചെയ്യും. നമ്മുടെ ലൈഫ് എന്താ പറയാ, നെഗറ്റിവിറ്റി ഒക്കെ മാറി നമ്മുടെ ലൈഫ് പോസിറ്റീവ് ആവും. മനസ്സമാധാനം കിട്ടും. നമ്മുടെ എന്താ പറയാ ഹെൽത്ത് നന്നായിട്ട് ആയിരിക്കും.
അപ്പൊ എന്താണ്, സോ സ്റ്റാർട്ട് ടുഡേ ഫേസ് ഓൾ ഫിയേഴ്സ്. എന്താണ് നമ്മൾ എന്താണ് ഇന്നോട്ട് നമ്മളെല്ലാ പേടികളെ മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ നല്ല കോൺഫിഡൻസോടുകൂടി അതിനെ കീഴടക്കാൻ തീരുമാനിച്ച മുമ്പേ പറഞ്ഞ പോലെ നമ്മുടെ ലൈഫ് വേറെ ലെവലാവും. പിന്നീട് ഞാൻ 2 പോയിന്റ് കൂടി ഒന്ന് പറയാണ്. ഓവർകമ്മിങ് ഫിയർ. ഈ ഫിയറിനെ എങ്ങനെ ഓവർകം ചെയ്യാന്നും കൂടെ ഞാൻ പറയാണ്. ഫേസ് യുവർ ഫിയേഴ്സ്. നമ്മൾ ആ ഫിയറിനെ നമ്മളങ്ങ് ഫേസ് ചെയ്യാം. ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് പേടിയായിട്ട് തോന്നുവാണെങ്കിൽ അതിന്റെ മാക്സിമം അതിനത്തെ കുറിച്ച് നമ്മളൊന്ന് വിഷ്വലൈസ് ചെയ്യുക. അപ്പം അതെന്താവും, അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ പേടി കുറയും. ബിൽഡ് കോൺഫിഡൻസ്. നമ്മുടെ കോൺഫിഡൻസ് ലെവല് ബിൽഡ് ചെയ്യുക, അതായത് ഉയർത്തുക. പ്രാക്ടീസ് റിലാക്സേഷൻ ടെക്നിക് ലൈക്ക് ഡീപ് ബ്രീത്തിങ്, മെഡിറ്റേഷൻ, വിഷ്വലൈസേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ ഈ ഫിയർ ഒക്കെ മാറും. ഇത്രയേ ഉള്ളൂ മിസ് എനിക്ക് പറയാം. നന്നായിക്കോട്ടെടാ, നന്നായിട്ട് പറഞ്ഞു. നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് ഏതാണ്? ആങ്കറും കൂടി ഉണ്ട് അല്ലെ? ആങ്കർ ആരാ? ഫർസാന ഉണ്ട് ആള്? ഫർസാന ഉണ്ടായിരുന്നു? ഫർസാന ഓക്കെ. അപ്പൊ ഭയം എല്ലാവർക്കും ഉള്ളതാണ്. നമ്മൾ എന്ത് ചെയ്യാൻ നോക്കണം? ഓവർകം ചെയ്യാനായിട്ട് നോക്കണം കേട്ടോ. കാരണം എന്താ, എല്ലാവർക്കും ഉണ്ടാവും ഭയം. നമ്മുടെ കൂട്ടത്തിലുള്ളവരൊക്കെ ഉണ്ടാവും എന്തെങ്കിലും കാര്യത്തിൽ ഉണ്ടാവും, പേടി ഉണ്ടാവും. അപ്പൊ നമ്മൾ ആ ഒരു കാര്യം എന്താ റിപ്പീറ്റ് ചെയ്യാനായിട്ട് നോക്കണം. എനിക്ക് ഭയങ്കര പേടിയാട്ടെ, ബീച്ച് എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല. ഇപ്പൊ ഭയങ്കര ധൈര്യശീലമായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിലും ബീച്ചിന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ എനിക്ക് അങ്ങോട്ട് കുറെ നേരം നോക്കിക്കഴിഞ്ഞാൽ കണ്ണിലൊക്കെ എന്തോ ബ്ലറത് പോലെ തോന്നും. എനിക്ക് കാഴ്ചയൊക്കെ അങ്ങനെയൊക്കെ പോലെ തോന്നും. പേടി കൊണ്ടാണ് അത്. മുമ്പേ ഉണ്ടായിരുന്ന പ്രശ്നമാണത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഒരുപാട് ദൂരെ, ഭയങ്കര ദൂരെ ഇവരൊക്കെ ബാഗൊക്കെ പിടിച്ച്, എല്ലാരും ബീച്ചിൽ പോകുമ്പോ ബാഗൊക്കെ ഫോണൊക്കെ പിടിച്ച് അവിടെ എവിടെയെങ്കിലും പോയി ഭയങ്കര ദൂരിക്കും. അപ്പൊ എനിക്ക് ഭയങ്കര ആഗ്രഹമൊക്കെ ഉണ്ട് കേട്ടാ പോണെന്നൊക്കെ. പക്ഷെ പേടിയാണ്, ബീച്ചിനെ ഭയങ്കര പേടിയാണ്. അപ്പൊ ഞാൻ ഓക്കെ കുറെ ചെറുപ്പം മുതലേ അങ്ങനെയാണ്. അനിയത്തിനൊക്കെ ഒപ്പം പോകുമ്പോഴും ഞാൻ വരെയും എനിക്ക് അപൂർവത്തിൽ മാത്രം ഒന്ന് കാലൊന്ന് ബീച്ചിൽ നനയ്ക്കാനായിട്ട് ഞാൻ സമ്മതിച്ചിട്ടുള്ളൂ. എനിക്ക് മുമ്പേ ഞാൻ ആളുടെ അടുത്തുനിന്ന് പോകും. എനിക്ക് പേടിയാണ്. എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ, എന്റെ ആ ഭയം ഞാൻ കുറച്ച് എന്ത് ചെയ്തു, ഓവർകം ചെയ്തു. മോക്ക് വേണ്ടിയിട്ടാണ്. എന്നിരുന്നാൽ പോലും ഞാൻ കുറെ, കാരണം എന്താണ്, എനിക്ക് അറിയാം എനിക്കത് പേടിയാണ്. എനിക്ക് ആ പേടി എന്താണ് മാറ്റണം എന്ന് വിചാരിച്ച് മനസ്സിന് ഞാൻ അതൊന്ന് എന്ത് ചെയ്തു, തയ്യാറെടുത്തു. കാരണം എനിക്ക് ആ ഭയം, നമ്മുടെ ഓരോ ഭയങ്ങളും മാറ്റിയെടുക്കുന്നത് നല്ലതാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ആ ഭയം എന്റെ പൂർണ്ണമായിട്ട് ഇപ്പൊ ഞാൻ സൺഡേസില് വീക്കെൻഡില് ഞങ്ങൾ എല്ലാപ്പോഴും പോണതൊന്നുമില്ലെങ്കിൽ ബീച്ചിൽ പോകും, അല്ലെങ്കിൽ പാർക്കിൽ പോകും. കോമൺ ആണ്. ഇപ്പൊ ബീച്ചിൽ പോകും, ഞാനും കൊച്ചും കൂടി പോകും, കളിക്കുകയൊക്കെ ചെയ്യും, പോരും. അപ്പൊ നമ്മളില് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ബീച്ച് എന്ന് പറഞ്ഞൊരു ഭയമായിരിക്കും. ചിലവർക്ക് പാഞ്ചിനെ പേടിയായിരിക്കും, ചിലവർക്ക് എന്താണ് എട്ടുകാലിനെ പറഞ്ഞ പോലെ പേടിയായിരിക്കും. അപ്പൊ അവർക്കൊക്കെ എന്താ പേടിയാണ്. അപ്പൊ ആ ഒരു ഭയത്തിന് നമ്മൾ എന്ത് ചെയ്യണം, ഓവർകം ചെയ്യണം. ഞാനൊരു സിനിമയുടെ കാര്യം പറയട്ടെ. നിങ്ങൾ ആരെങ്കിലും ഫഹദ് ഫാസിലിന്റെ പരസ്യം എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? ഫഹദ് ഫാസിലിന്റെ പിന്നെ അപർണയാ തോന്നുന്നത്, അപർണയാണോ ഐശ്വര്യ ലക്ഷ്മിയാണ്. ഭരത് എന്ന് പറയുന്ന ഒരു സിനിമ കണ്ടിട്ടുണ്ടോ? അതില് ഫസ്റ്റ് ഇൻട്രോയിൽ കാണുന്ന, അല്ലെങ്കിൽ ആദ്യത്തെ സമയത്ത് കാണുന്ന ഫഹദ് ഫാസിലിന് പാറ്റൊക്കെ ഭയങ്കര പേടിയല്ലേ? ഓർമ്മയുണ്ട് ആ സിനിമ? അതെ, ശരിയാണ്. ലാസ്റ്റ് ഫഹദ് ഫാസിലിന്റെ ജീവിത സാഹചര്യങ്ങൾ വന്ന് മാറി ഒരുപാട് കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കൂടെ കടന്നു പോയി. ലാസ്റ്റ് സ്റ്റേജിലേക്ക് ആവുമ്പോഴേക്കും അദ്ദേഹത്തിന്റെ ആ ഒരു ഫിയർ, ആ ഭയങ്കര ഒരു ഫിയർ മാറി. കാരണം പാറ്റിനെ കാണുമ്പോൾ അദ്ദേഹം അത് കാലം കൊണ്ട് തിരിച്ച് എനിക്ക് കൊല്ലാണ്. കാരണം ആ ഒരു ഫിയർ അദ്ദേഹം എന്ത് ചെയ്തു, മാറ്റിയെടുത്തു. അപ്പൊ നിങ്ങൾ കാണാത്തവരാണെങ്കിൽ ആ ഒരു ഫിലിം ഒന്ന് കാണണം. അദ്ദേഹത്തിന്റെ ആ ഒരു ഇമോഷണൽ ആ ഒരു ട്രാക്കിൽ കൂടെ ഒന്ന് നമ്മളൊന്ന് സഞ്ചരിച്ച് നോക്കുകയാണ് നല്ലതായിരിക്കും. കാരണം
ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ആ കഥ പറഞ്ഞിരിക്കുന്നത്. ഇഷ്ടമാണ്, ഇഷ്ടമല്ല, ആ ഒരു വ്യക്തിയുടെ ആ ഒരു ക്യാരക്ടർ ഒന്ന് നമ്മൾ നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ ആ ഒരു നമുക്ക് ആ ക്യാരക്ടർ അല്ലെങ്കിൽ ആ ഒരു ഭയം എങ്ങനെ അദ്ദേഹം മാറ്റിയെടുത്തു എന്നൊക്കെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ജസ്റ്റ് ഒരു ഫിലിമിന്റെ കാര്യം പറഞ്ഞിട്ടാ. മാം, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇപ്പൊ ഫിയർ നമുക്ക് ഓൾറെഡി നമ്മള് എക്സ്പീരിയൻസ് ഇല്ലാതെ നമ്മൾ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചുണ്ടാവുന്ന ഫിയേഴ്സ് ഉണ്ട്. ഇപ്പം മാം ബീച്ചിൽ ഇറങ്ങണൊക്കെ പറഞ്ഞത് കാരണം ഒരു എക്സ്പീരിയൻസ് ഇല്ലായിരുന്നു, ഒരു മോശം അനുഭവം വന്നിട്ടില്ല. പക്ഷെ മാമിന് മനസ്സിലൊരു തോട്ട് ക്രിയേറ്റ് ചെയ്തതാണ്. പക്ഷെ എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ട്. എനിക്ക് പേടി എന്ന് പറഞ്ഞാൽ നൈറ്റില് പുറത്തേക്ക് ഇറങ്ങുക, ഒറ്റക്ക് വീട്ടിൽ നിൽക്കാന്നൊന്നും പേടിയുള്ള ഒരു വ്യക്തിയല്ല ഞാൻ. പക്ഷെ ഒരു ദിവസം ഇപ്പൊ എന്റെ കുട്ടി ഇരിക്കാൻ പ്രായമായിട്ടുള്ളൂ. അപ്പൊ ഞാനും കുട്ടിയും മാത്രമുള്ളൂ വീട്ടിൽ. ഉമ്മ പുറത്തേക്ക് ബാങ്കിക്ക് പോയി. ഞാനും പുറത്ത് വാതിലും അടച്ചിട്ടില്ല, കാരണം പോലീസ് സ്റ്റേഷന്റെ അടുത്ത് എന്റെ വീട്. അപ്പൊ ആ ഒരു ധൈര്യത്തിൽ നമ്മൾ അങ്ങനെ അടക്കലൊന്നുമില്ല. അപ്പൊ ഒരു ഉച്ച നേരം എല്ലാവരും കിടക്കണ ഒരു നേരം, അപ്പൊ ഞാനിങ്ങനെ ഫുഡ് കഴിച്ച് ഇങ്ങനെ ഇരിക്കുക, കുട്ടിന്റെ അടുത്ത് താഴെ ഇരിക്കുക. അപ്പൊ ഓന് ഇരിക്കണ പ്രായമായതുകൊണ്ട് തല അടിച്ച് വീണപ്പോ ഞാൻ ഫുഡ് കഴിച്ചോണ്ടിരിക്കുക. അപ്പൊ ഓനെ എടുക്കാൻ വേണ്ടിയിട്ട് ഓനെ പെരും കരച്ചില്ല. അപ്പൊ ഓന് ഞാൻ കയ്യിൽ എടുത്തുകാണ്ട് കൈ കഴുകാൻ ഇങ്ങനെ പോകുമ്പോ ഡോറിന്റെ നേരെ മുമ്പിൽ ഒരു ആള്, വീടിന്റെ അകത്ത്, ഞാനും കുട്ടിയുള്ളൂ. അന്യ സംസ്ഥാന തൊഴിലാളികളെ മാതിരിയാണ് കണ്ടാല്, മുടിയൊക്കെ എന്താണ് കാപ്പി കളറ്. നമ്മള് എനിക്ക് ഷിവറയ്യ. പക്ഷെ എനിക്ക് എന്തോ ഭാഗ്യത്തിന് സൗണ്ട് വന്നു. ഞാൻ അലറി. എന്റെ അലർച്ച കേട്ടിട്ട് ഇയാളും അലറി. അയാള് ഓപ്പോസിറ്റ് ഓടിയപ്പോ എനിക്ക് നേരെ കണ്ടത് ഡോറ് തുറന്നിരുന്ന. ഞാൻ കുട്ടീനെ എടുത്ത് നേരെ പുറത്തേക്ക് ഓടി. എന്തോ ഒരു ഭാഗ്യം. എനിക്ക് അപ്പോഴും ഞാൻ മരിക്കും എന്നുള്ള ഒരു തോട്ടാ വരുന്നത്. കാരണം നമ്മൾ ഓരോ കേസസ് കേൾക്കല്ലേ, എന്തൊക്കെയോ ആ ഒരു സെക്കൻഡ് പോലെ ആണെങ്കിലും എന്തൊക്കെയോ തോട്ട്സ് മനസ്സിൽ കൂടെ പോവാ. എനിക്ക് നല്ല സൗണ്ട് വന്ന്. ആ സൗണ്ട് കേട്ടാണ്ട് ആരും കേൾക്കില്ല. അപ്പൊ ഒരു താത്ത ഇവിടെ ഇങ്ങനെ പോവുണ്ട്. ഇങ്ങനെ അവിടുക്ക് ആ താത്താൻ്റെ അടുത്ത് ഒച്ച കേട്ടപ്പോ അത് ഓടി വന്നു. ഇയാള് വീടിന്റെ ഉള്ളിൽ. അപ്പോഴും ഞാൻ പറഞ്ഞു, ബംഗാളി ഉണ്ട് ഉള്ളില്, വീടിന്റെ ഉള്ളില് ബംഗാളി ഉണ്ട്. ഞാൻ അങ്ങനെ അല്ലറ. എനിക്ക് ബോഡിയൊക്കെ തളർന്ന് ഒരു വിധായി. അപ്പോഴൊക്കെ ഞാൻ സ്ട്രോങ് ആണ്. എനിക്ക് അതിനെ പിടിക്കണം, കാരണം ഒരാളെയും കൂടി കണ്ടല്ലോ. അതില് ഞാന് ആ താത്തനോട് നിങ്ങൾ അപ്പുറത്ത് കൂടെ വരും, ഞാൻ ഇതിൽ കൂടെ പോവാ പറഞ്ഞു കണ്ട് നിന്നു. പക്ഷെ അപ്പോത്തിന് നമ്മളെ അടുക്കള ഇതില് തുറന്ന് അയാൾ ഓടിയാണ്ട് ഒരു വീട്. അപ്പൊ ഞാൻ കുട്ടീനെ എന്റെ കയ്യിൽ തന്നെ പിടിച്ചിക്കോ, കുട്ടീനെയും കൈ പിടിച്ചിട്ട് അതിന്റെ വ്യക്താൽ ഓടി അയാൾ ഒരു നോട്ടം നോക്കി ഇങ്ങനെ തിരിഞ്ഞാണ്ട്. അതില് പിന്നെ ഒരു ഇങ്ങനെ നല്ല ഹൈറ്റാ, ഒരു വീടിന്റെ ഹൈറ്റിലെ ഇതിക്ക് ചാടണം നമുക്ക് താഴത്തേക്ക്. ഞങ്ങളെ വീട് കുറച്ച് ഉയരത്താ. അവിടുന്ന് ആ ചെങ്ങായി ചാടി. പിന്നെ എനിക്ക് അങ്ങോട്ട് ചാടാൻ വയ്യ. അയാൾ ചാടിയേക്ക് ഞാൻ പിന്നെ വീണു. എനിക്ക് ഫുൾ അത്രയും നേരം സ്ട്രോങ് ആയിരുന്നു ഞാൻ. അയാളെ പിടിക്കണം എന്നുള്ളത്. എനിക്ക് രക്ഷപ്പെട്ടല്ലോ ഞാന്. പിന്നെ എനിക്ക് അയാളെ പിടിക്കണം എന്നുള്ളതാ. പിന്നെ ഞാൻ അയാള് ചാടിക്ക് അയാളെ കിട്ടൂലെന്ന് ഉറപ്പായപ്പോ പിന്നെ ഞാൻ അവിടെ വീണു, കുട്ടീനെയും കൊണ്ട് വീണ്. പിന്നെ എനിക്ക് ഫുൾ ബ്ലാക്ക് ആയി. പിന്നെ ബോഡി ഫുൾ വിറക്ക. പിന്നെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഞാൻ വേറൊരു അവസ്ഥയിലായിരുന്നു, മൈൻഡൊക്കെ പോയൊരവസ്ഥ. അപ്പം അതിന് ശേഷം എനിക്ക് എല്ലാവർക്കും പുറത്തേക്ക് പോവാൻ, രാത്രി പുറത്തേക്ക് പോകാനൊക്കെ പോയി കൊടുക്കണ വ്യക്തിയായിരുന്നു ഞാൻ. പക്ഷെ അതിന് ശേഷം എനിക്ക് എപ്പോഴും എന്റെ ബാക്കിൽ ഒരു വ്യക്തി ഉണ്ട്. ഇപ്പൊ നിസ്കരിക്കൊക്കെ ആണെങ്കിൽ ബാക്കിൽ ആരെങ്കിലും ഉണ്ടോ ഒരു കോൺസെൻട്രേഷൻ കിട്ടാത്തൊരവസ്ഥ. അപ്പൊ എനിക്കില്ലാത്തൊരു പേടിയാണ് എനിക്കൊരു സിറ്റുവേഷൻ വന്നപ്പം ഉണ്ടായത്. അങ്ങനെ ഫിയർ വരും. അത് ഞാൻ ഒറ്റക്ക് നിൽക്കാനൊക്കെ ശ്രമിക്കും, ഒറ്റക്കൊക്കെ നിൽക്കും. എന്നാലും കുഴപ്പമില്ലാന്ന് വിചാരിച്ച് ഇപ്പൊ എല്ലാവരും പോവാണെങ്കിൽ ഞാൻ കുട്ടി ഒറ്റക്ക് വീട്ടിൽ നിൽക്കും. പക്ഷെ എന്നാലും എന്റെ മനസ്സിൽ എപ്പോഴും ആരെങ്കിലും വരുമോ, ആ ജനൽ അടക്കുന്ന സൗണ്ട്, ഇത് എന്താ ആരെങ്കിലും ആൾക്കൂടെ വരികയാണോ. പക്ഷെ എന്റെ തോട്ടങ്ങനെ പോയിക്കൊണ്ട്, എന്നാലും സ്ട്രോങ് ആയി ഇങ്ങനെ മനസ്സിൽ എവിടെയോ ആണെങ്കിലും ഞാൻ ഇങ്ങനെ പിടിച്ചിങ്ങനെ കൊണ്ടാണ് എന്നെ അങ്ങനെ ഒരു സിറ്റുവേഷന്. പക്ഷെ പിന്നെയാണ് നമ്മൾ അറിഞ്ഞത്, ഈ ചാടിയല്ലോ ഒരു സ്ഥലത്തേക്ക്, ആ ഇവിടുത്തെ താത്ത ഇയാളെ കണ്ടു. അതിനോട് ഈ എന്താ ഇതില്, എല്ലാവർക്കും അറിയാൻ സുഖമില്ലാത്ത വ്യക്തിയാണത്, മാനസികമായിട്ട് പ്രശ്നമുള്ള ഒരാളാ. അപ്പൊ ഞാൻ വീട് തുറന്നാൽ എല്ലാവരും അപ്പൊ അതിനെ പിടിച്ചുകൊണ്ടൊന്നു വൈകുന്നേരം. അപ്പൊ അയാള് പറയാ, എന്താണ് എല്ലാരും എന്റെ വീട്ടിലേക്കും വരലില്ലേ, അതുകൊണ്ടാണ് ഞാനും അങ്ങോട്ട് പോയത്. അങ്ങനെ. പക്ഷെ നമ്മൾ പെട്ടെന്ന് കാണുമ്പോ ഞാൻ ആദ്യമായിട്ട് ആ വ്യക്തിനെ കാണാണ്, സുഖമില്ലാത്തൊരു വ്യക്തിയാണോ അങ്ങനെ ഒന്നും എനിക്കറിയില്ല.
ഏതായാലും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി. അതേപോലെ ഇപ്പോ ആക്സിഡന്റ് ഇപ്പോ ഉണ്ടായാൽ പിന്നെ നമുക്ക് വണ്ടി എടുക്കാൻ പേടി അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. നമുക്ക് ഓൾറെഡി ഉണ്ടായ പേടി നമുക്ക് മാറ്റിയെടുക്കാം. നമുക്ക് എക്സ്പീരിയൻസ് ഇല്ല, കാരണം അത് നമ്മളെ തോന്നലായിരുന്നു. പക്ഷെ നമുക്ക് എക്സ്പീരിയൻസ് ഉള്ള ഒരു പേടി എന്ന് പറഞ്ഞാല് നല്ല എഫേർട്ടാണ് മാറ്റിയെടുക്കാന്. ഓക്കേടാ മോനെ പേടി ഞാൻ റിയൽ ആയിട്ട് അങ്ങനെ എന്റെ മനസ്സിന്റെ പേടിയാണ്, അത് ഞാൻ മാറ്റിയെടുത്തു. ഇത് മോന് പറ്റും, കുറച്ചും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ അതിന് പുറകിൽ ആരെങ്കിലും ഉണ്ടെന്ന് തോന്നാണെങ്കിൽ മോന്റെ മനസ്സിനോട് തന്നെ പറയാം, ഇല്ല പുറകിൽ ആരുണ്ട്, കാരണം അതെന്റെ തോന്നലാണ്, അത് ഞാൻ ഓവർകം ചെയ്യും. അങ്ങനെ എനിക്ക് തോന്നണതാണ്, എന്റെ മൈൻഡ് ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പറഞ്ഞ് മോൻ തന്നെ അത് എന്ത് ചെയ്യണം, മാറ്റിയെടുക്കാനായിട്ട് നോക്കണം കേട്ടോ. ഓക്കെ. പിന്നെന്തുവാ, ഞങ്ങൾക്ക് ഇവിടെ അടുത്തിപ്പ ഞാൻ പറവൂരാണ്. അപ്പൊ പറവൂര് ഈ ഇടയ്ക്ക് ഒരു കുറുവാ സംഘം കുറച്ച് മോഷണം ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന ആൾക്കാരുകള് ടീമായിട്ട് അവർ വന്ന് ഒരു വീട് മൊത്തമായിട്ട് ആക്രമിച്ചു പോണു. നിങ്ങള് ചിലപ്പോ ന്യൂസിലും സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. കുറവ അങ്ങനെ ഒരു സംഘം കേട്ടോ. ഇത്രയും നാള് ഞങ്ങൾക്ക് പേടിയൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം ഒരാൾക്കും പേടിയില്ല. പേടിയില്ലാണ്ട് ഭയങ്കര കൂളായിട്ടാണ്. രാത്രിയൊക്കെ ആണെങ്കിലും ചില സമയത്ത് എന്റെ ഹസ്ബൻഡിന്റെ വീട്ടില് സ്കൂട്ടി പോലും ഇടാറില്ല, പിന്നെ കുറ്റി മാത്രമേ ഇടുള്ളൂ, ലോക്ക് ഒന്നും ചെയ്യില്ല. പക്ഷെ ഇപ്പാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീടും ജനലും എല്ലാം ലോക്ക് ചെയ്ത് പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, പാത്രങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഡോറ് തുറക്കുന്ന സൗണ്ട് കേട്ടാ പാത്രം നിലത്ത് വീഴണം എന്നുള്ള രീതിയില് പാത്രങ്ങൾ ഡോറിന്റെ അടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ അത്രയും ഞങ്ങൾ പേടിച്ചിട്ട് നിൽക്കുകയാണ്. കാരണം ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്തുനിന്നല്ല, കുറച്ച് മാറിയിട്ടാണ് ഈ ആൾക്കാർ വീട്ടിൽ കയറിയതും ഇങ്ങനെ മോഷണങ്ങളൊക്കെ നടത്തിയത്. അപ്പൊ ആ ഒരു കാര്യത്തിൽ ഞങ്ങൾ ഇപ്പൊ പേടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൾക്കാർ വന്നാൽ നമ്മൾ ഫേസ് ചെയ്യും, എന്നാലും ഒരു ചെറിയ ഭയം എല്ലാവർക്കും ഉണ്ട് കേട്ടോ. അപ്പൊ ഓരോരുത്തർക്കും വരുന്നൊരു ഫീലിംഗ് ആണ് എന്ത് ഈ ഫിയർ എന്ന് പറയുന്നത്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ആങ്കർ ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പം ഫർസാന എന്ത് ചെയ്യാം, ആങ്കർ എന്ത് ചെയ്യാം, ഒന്നും കൂടി ഒന്ന് നോക്കിയിട്ട് വരാം. ഇന്നത്തെ ടൈം കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് റോൾ ഓഫ് ഇമോഷൻസ് തുടങ്ങാം കേട്ടോ. മിസ്സേ ഒരു സെക്കൻഡ് മിസ്സേ, മൈമില്ലേ സ്റ്റോറി റെക്കോർഡ് എഴുതുന്നേ, അതിനെ കുറിച്ച് കുറച്ച് പേർക്ക് ഡൗട്ട് ആണ്. എങ്ങനെ പ്രസന്റ് ചെയ്യണം, എങ്ങനെ അത് എഴുതുന്നേ എന്നൊക്കെ, അതിനെ കുറിച്ച് ഒന്ന് പറയാമോ എന്ന് ചോദിച്ചു. അതെ, നമ്മൾ ഓരോരുത്തരും അവതരിപ്പിക്കേണ്ട ആ ഒരു സെഷൻ ഉണ്ടല്ലോ, ഇന്ന ആൾ ഇന്ന പോലെ ചെയ്യണം, ഇന്ന കാര്യങ്ങളായിരിക്കണം അയാൾ പെർഫോം ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ ഡിസ്ക്രിപ്ഷൻ പോലെയാണ് അതിൽ എഴുതി വെക്കുന്നത്. എങ്ങനെയാണ് ഡിസ്ക്രിപ്ഷൻ പോലെ കേട്ടോ. ഇപ്പോ മൈമാണ്, മുഖാഭിനയമാണ് അല്ല. അപ്പൊ ഒരാൾ ഇന്ന് ബുക്ക് വായിക്കുകയാണെങ്കിൽ ഇന്ന ബെഞ്ചില് ഇത്ര ലെഫ്റ്റിലോട്ട് ചേർന്ന് ഇന്ന ആൾ എന്ത് ചെയ്തോണ്ടിരിക്കുന്നു, ഒരാൾ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പൊ അയാളുടെ പുറകിൽ കൂടെ ഒരാൾ വരാണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ എഴുതി ആ ഒരു ഇമാജിനേഷനും നമുക്ക് അത് എഴുതി വെച്ചിരിക്കാൻ കാണുമ്പോൾ നമുക്ക് മനസ്സിൽ എന്ത് തോന്നണം, അയാൾ ഇന്നതൊക്കെ ചെയ്യാണ് ആണെന്ന് തോന്നണം. അല്ലാണ്ട് കോൺവെർസേഷൻസോ അല്ലെങ്കിൽ കഥയോ അങ്ങനെ ഒന്നല്ല. മൈം എന്ന് പറയുമ്പോൾ തന്നെ മൂക അഭിനയമാണ്. അവരവിടെ സംസാരങ്ങളോ കോൺവെർസേഷൻസോ ഒന്നുമില്ല. എന്നിരുന്നാൽ പോലും അവരെന്ത് ചെയ്തോണ്ടിരിക്കുകയാണ്, കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ആക്ടിവിറ്റീസ് എന്നുള്ള രീതിയിൽ എഴുതിയാൽ മതി. ഓക്കെ മാം, വർക്ക് ക്ലാസ് ആക്ടിവിറ്റി ആണോ അതോ അസൈൻമെന്റ് ആണോ? എന്താണ് സെൽഫ് സാക്രിഫൈസ് പറ്റി തന്നിട്ടില്ലേ? സെൽഫ് സാക്രിഫൈസ് മാം ഇപ്പൊ ഒരു അസൈൻമെന്റ് ഇട്ടിട്ടില്ലേ? അത് അസൈൻമെന്റ് ആണോ അതോ ക്ലാസ് ആക്ടിവിറ്റി ആണോ? അസൈൻമെന്റ് ബുക്കില്ലേ നമുക്ക്? അപ്പൊ അസൈൻമെന്റ് ബുക്ക് അല്ലേ A4 ഇതുവരെ ചെയ്തത്? ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ അസൈൻമെന്റ് ആയിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്തോട്ടോ. ക്ലാസ് റൂമിൽ നിന്നല്ലേ ഇട്ടിരിക്കുന്നത്? അതെ. അപ്പൊ അത് അസൈൻമെന്റ് പറയാമോ? ഡേറ്റ് അല്ലേ? നമ്മുടെ റെക്കോർഡ് എങ്ങനെ കംപ്ലീറ്റ് ആവാറായോ? നമ്മുടെ റെക്കോർഡ് തീരാറായി. 13th ആണ് മാം പറഞ്ഞിരിക്കുന്നത്. December 13th ആണ് ലാസ്റ്റ് ഡേറ്റ്. December 20th കേട്ടോ. ഈ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടത് December 20th സബ്മിറ്റ് ചെയ്യണം. മനസ്സിലല്ലേ? മിസ് ഏതെങ്കിലും ഒരു വ്യക്തിയെ കുറിച്ചാണോ അല്ല ഒരു 2-3 വ്യക്തികളുടെ സാക്രിഫൈസിനെ കുറിച്ചാണോ എഴുതണ്ടേ? ഒരു വ്യക്തിനെ കുറിച്ച് എഴുതാനേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾക്ക് കൂടുതലായിട്ട് എഴുതാൻ താല്പര്യം ഉണ്ടെങ്കിൽ കൂടുതലായിട്ട് എഴുതാം. ഓക്കെ കേട്ടോ. ഇതെല്ലാം നിങ്ങൾക്ക് വൈവേ അല്ലെങ്കിൽ എക്സാം ലാസ്റ്റ് ആവുമ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ആവശ്യമുള്ളതാണ്.
അപ്പൊ പേപ്പറിലാണ് എഴുതണേന്ന് പറഞ്ഞുകൊണ്ടാണ് എല്ലാരും സൂക്ഷിച്ചു വെക്കണം കേട്ടോ. കേട്ടാ? ഞങ്ങൾ ഫയൽ വെച്ചിട്ടുണ്ട്. അതെ, സൂക്ഷിച്ചു വെക്കണം കേട്ടോ എല്ലാരും. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു മാം. Thank you, ma'am. സൈൻ ഔട്ട് ആരാ പറയുന്നത്? സൈൻ ഔട്ട് ആരാ? സൈൻ ഔട്ട് ഞാൻ. പറഞ്ഞോടാ. The struggle you are in today is developing the strength you need for tomorrow. Don't give up. ഇന്ന് നിങ്ങൾ നേരിടുന്ന പോരാട്ടം നാളേക്ക് ആവശ്യമായ ശക്തി വികസിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ഗിവ് അപ്പ് ചെയ്യരുത്. താങ്ക് യു. താങ്ക് യു.